പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാടകാവതരണങ്ങൾ ഒട്ടും പുതിയ കാര്യമല്ല, പ്രഭാഷണങ്ങളും ഒട്ടും പുതിയ കാര്യമല്ല. പ്രഭാഷണങ്ങൾ കേൾക്കാൻ ആളുകൾ ഒത്തുകൂടുന്നതും പുതിയ കാര്യമല്ല. പക്ഷെ ഒരു നാടകാവതരണത്തെ കേവലം ഒരു നാടകാവതരണമായിട്ട് ചുരുക്കാതെ അതിനെ ഒരു നാടിൻ്റെ സാംസ്കാരിക സാമൂഹിക ചരിത്രവുമായി ആഴത്തിൽ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിപുലമായ വരവേൽക്കലുകളോടെ സജ്ജീകരണങ്ങളോടെ പതിയെ പതിയെ ഒരു നാടകത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒരു ജനതയെ കൈപിടിച്ച് കൊണ്ടുപോവുക എന്നത് ഒട്ടും തന്നെ സാധാരണമായ ഒരു കാര്യമല്ല. അത്തരമൊരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഒരു സാംസ്കാരിക പ്രവർത്തനമെന്ന് പറയുന്നതിനെ അതിന് ആകാവുന്നത്ര വിപുലമായ ഒരു വ്യാപ്തിയും ജനകീയതയും ഗഹനതയും നൽകിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നത് എത്രയെങ്കിലും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത്തരമൊരു നാടകാവതരണത്തിന് വേദിയൊരുക്കുന്നു എന്നതിനപ്പുറം ഈ നിലയിലുള്ള വളരെ വിപുലമായ ആഴമേറിയ ഗൗരവപൂർണമായ വിചിന്തനങ്ങളിലൂടെ ഒരു നാടകത്തിലേക്ക് എത്തിച്ചേരാനുള്ള വേദി ആയി അതിനെ മാറ്റുന്നു എന്ന നിലയിൽ ഇങ്ങനെ ഒരു അവതരണ പരിശ്രമം ഏറ്റെടുത്ത ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമേ തന്നെ അത്യന്തം ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇത് ഇപ്പം ഇന്ന് ഖസാക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ 10-30 വർഷമായി പല വിഷയങ്ങളെക്കുറിച്ച് പലയിടങ്ങളിലായി സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു നോവലിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ ഇത്രയും ആളുകൾ വന്നത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഖസാക്ക് അത് അർഹിക്കുന്ന ഒരു നോവലാണ്. നിങ്ങൾ വന്നത് ഖസാക്കിനുള്ള വലിയൊരു ആദരവാണ്. എങ്കിലും ഒരു നോവല്, അതേക്കുറിച്ചുള്ള ആലോചന എന്നൊക്കെ പറയുന്നത് പൊതുസമൂഹത്തിലെ താരതമ്യേന ചുരുക്കം ആളുകൾക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ് എന്ന നിലയിലാണ് പൊതുവെ കണ്ടുവന്നിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഖസാക്ക് പോലെ ഒരു കൃതി, അല്ലെങ്കിൽ ഏത് കൃതിയും നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ അടിപ്പടവുകളെ പല നിലകളിൽ പ്രകാശിപ്പിച്ചുകൊണ്ടാണ്, നമുക്ക് പകർന്നു തന്നുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത് എന്ന കാര്യം കൂടി ഒരു നിലയ്ക്ക് ഈ അവതരണം നമ്മോട് പറയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദീപൻ്റെ നാടകം ഞാൻ 2 വട്ടം കണ്ടതാണ്. കൊടുങ്ങല്ലൂര് അത് 6-7 വർഷങ്ങൾക്ക് മുമ്പ് കളിച്ച സമയത്ത് 3 ദിവസമാണ് അവിടെ ആ അവതരണം ഉണ്ടായിരുന്നത്. 2 ദിവസം അത് കാണാൻ എനിക്ക് അവസരം കിട്ടുകയുണ്ടായി. അതിൽ നിന്ന് അടിസ്ഥാനപരമായി വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ നാടകവേദിയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സംഭവമാണ് ദീപൻ ശിവരാമൻ്റെ നാടകാവതരണം. കാരണം ഖസാക്ക് എന്ന നോവൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ആ നോവലിൽ നിന്ന്, അതിൻ്റെ പ്രാഥമികമായൊരു വായനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ബോധ്യങ്ങളും അതേക്കുറിച്ച് അതെഴുതപ്പെട്ട കാലത്തും പിൽക്കാലത്തും ഒക്കെ കേരളത്തിലുണ്ടായ ആലോചനകളിൽ നിന്നുമൊക്കെ കുറേയേറെ വ്യത്യസ്തമായ ഒരനുഭവ മണ്ഡലത്തെ നമുക്ക് പകർന്നു തന്നുകൊണ്ടാണ് ആ നാടകം മുമ്പോട്ട് പോകുന്നത്. നോവലിൻ്റെ ഒരു നാടകാവതരണം എന്നതിനപ്പുറം ഒരു നിലയ്ക്ക് നോവലിൻ്റെ ഒരു പുനരാഖ്യാനമായി ആ നാടകം മാറിയിട്ടുണ്ട് എന്നാണത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സാധാരണ നിലയിൽ ആ നോവല് വന്ന കാലത്തും അതിന് തൊട്ടു പിന്നാലെയും കേരളത്തിലെ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ, മോഡേണിസം എന്ന അർത്ഥത്തിലാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്, ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായ നിരൂപകർ ആ നോവലിനെ കുറിച്ച് ധാരാളം ആശയങ്ങൾ, ചർച്ചകൾ നടത്തുകയും അത് പൊതുവിൽ അതിൻ്റെ കേന്ദ്ര കഥാപാത്രമായ രവിയുടെ
അസ്തിത്വാന്വേഷണങ്ങളുടെയും ആത്മസംഘർഷങ്ങളുടെയും അയാളുടെ ജീവിത വ്യർത്ഥതയുടെയും ഒക്കെ കഥയായി, അയാളുടെ പാപബോധത്തിൻ്റെ ഒക്കെ കഥയായിട്ട് അത് പല നിലകളിൽ വിശദീകരിക്കപ്പെടുകയും ചെയ്തു. നിരാനന്ദത്തിൻ്റെ ചിരി എന്ന് കൊല്ലത്തുകാരൻ കൂടിയായ അപ്പം മാഷ് അതേക്കുറിച്ച് പ്രഖ്യാതമായ ഒരു പഠനം എഴുതി. ദീർഘകാലം ആ നിലയിലാണ് രവിയെ മുൻനിർത്തിയും രവിയുടെ ആത്മാന്വേഷണങ്ങളുടെയും അസ്തിത്വപരമായ അന്വേഷണങ്ങളുടെയും ഒക്കെ ഒരു പ്രവൃത്തി മണ്ഡലമായിട്ടാണ് ഖസാക്ക് എന്ന നോവൽ വായിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്തത്. ഖസാക്കിനെ കുറിച്ചുണ്ടായ പ്രശംസാപൂർണമായ വിലയിരുത്തലുകളും ഖസാക്കിനെ കുറിച്ചുണ്ടായ വിമർശനപരമായ വിലയിരുത്തലുകളും ഏറെക്കുറെ ഈ ഒരു വീക്ഷണത്തെ മുൻനിർത്തിയാണ്, രവിയെ മുൻനിർത്തിയാണ്. ഈ നാടകം നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ, നേരത്തെ അത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഈ നാടകം കണ്ടു തുടങ്ങിയാൽ അത് രവിയെ കേന്ദ്രമാക്കിക്കൊണ്ട് രവിയുടെ ആത്മാന്വേഷണങ്ങളുടെയോ അസ്തിത്വ വ്യഥയുടെയോ ഉദ്വിഗ്നതയുടെയോ ഒരാഖ്യാനം എന്നതിന് പകരം ഒരു ജനതയുടെ, ഒരുപക്ഷെ നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ സാമൂഹികതയുടെ വിളുമ്പുകളിലെങ്ങോ അല്ലെങ്കിൽ അതിർവരമ്പുകളിലെങ്ങോ കഴിയുന്ന ഒരു ജനതയുടെ ജീവിതബോധത്തെ മുൻനിർത്തുന്ന മറ്റൊരു ആഖ്യാനമായിട്ട് അത് മാറിത്തീർന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു നാടകത്തിൻ്റെ പുനരവതരണം, നോവലിൻ്റെ പുനരാഖ്യാനം, ആ നോവലിൻ്റെ തന്നെ ഒരു ദൃശ്യരൂപം നൽകുക എന്നതിനപ്പുറം മറ്റൊരു പാഠം ആ നോവലിൽ നിന്ന് കണ്ടെടുത്തുകൊണ്ട്, ഒരുപക്ഷെ ആ നോവലിൽ മങ്ങിക്കിടന്നിരുന്ന, നോവലിൽ തെളിയാതെ നിന്നിരുന്ന ചില ജീവിത സ്ഥാനങ്ങളെ, സാമൂഹിക ബന്ധങ്ങളെ, ബലങ്ങളെ ഒക്കെ അവതരണത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് ഖസാക്കിൻ്റെ മറ്റൊരു പാഠം കൂടിയായിട്ട് ഈ നാടകാവതരണം മാറിത്തീരുന്നുണ്ട് എന്നാണ് അത് കണ്ട സന്ദർഭത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം. അത് വലിയ കൃതികളുടെ ഒരു സാധ്യതയാണ്. വലിയ കൃതികൾ എന്ന് പറയുന്നത് ഒരു കാലത്തിൽ ജീവിക്കുന്നവയല്ല, പല കാലങ്ങളിൽ ജീവിക്കുന്നവയാണ്. അങ്ങനെ പല കാലങ്ങളിൽ ജീവിക്കാൻ അവയ്ക്ക് കഴിയുന്നത് ഏത് കാലത്തേക്കും പോന്ന ശരികളെ മുൻകൂറായി എഴുത്തുകാർ കണ്ടെത്തി കൃതികളിൽ സന്നിവേശിപ്പിക്കുന്നത് കൊണ്ടോ, ആദ്യമേ തന്നെ ഒരു ദൈവത്തെ പോലെ എല്ലാ അറിവും അനുഭവങ്ങളും ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ കൂട്ടിച്ചേർക്കുന്നതോ കൊണ്ടോ അല്ല. മറിച്ച് തൻ്റെ കാലത്തെ രൂപപ്പെടുത്തുന്ന സാമൂഹികമായ ബലങ്ങൾ, ചരിത്രപരമായ ബലങ്ങൾ, അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ ഏതോ നിലയിൽ തിരിച്ചറിഞ്ഞ്, വൈജ്ഞാനികമായിട്ടൊന്നും ആവണമെന്നില്ല, വളരെ അബോധാത്മകമായി തിരിച്ചറിഞ്ഞ് അവയെ കൂടി തൻ്റെ ആഖ്യാനത്തിലേക്ക്, അവതരണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതോടെ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും തെളിയാനിരിക്കുന്ന ആശയങ്ങളുടെയും അനുഭവങ്ങളുടെയും അവതരണ സ്ഥാനം കൂടിയായി ഒരു കൃതി മാറിത്തീരും എന്ന് പറയാം. അത് എഴുതപ്പെട്ട കാലത്ത് അങ്ങനെ വായിക്കണമെന്നില്ല. ദീപൻ ശിവരാമന്റെ നാടകം നിങ്ങൾ കണ്ടാൽ ആ നാടകത്തിന് അദ്ദേഹം നൽകുന്ന വ്യാഖ്യാനം ഒരുപക്ഷെ 969 ഖസാക്ക് എഴുതുന്ന സമയത്ത്, ഖസാക്ക് പുറത്തു വരുന്ന സമയത്ത് വായിച്ചെടുക്കാൻ എളുപ്പമായിരിക്കില്ല. കാരണം കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലത്തിനിടയ്ക്ക് നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക വിചാരങ്ങളിലുണ്ടായ വലിയ പരിവർത്തനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ദീപൻ ശിവരാമന്റെ നാടകം നിലനിൽക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു കാലം പരിണമിച്ചെത്തുമ്പോൾ ആ കാലത്തോടും ഈ കൃതിക്ക് ചിലത് പറയാനുണ്ട് എന്ന് വരുന്നതാണ് വലിയ എഴുത്തിൻ്റെ ഒന്നാമത്തെ അടയാളം. വലിയ എഴുത്ത് എന്ന് പറയുന്നത് 2-3 കാര്യങ്ങൾ മൗലികമായി നിറവേറ്റേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിലൊന്ന്, തൻ്റെ കാലത്തിൻ്റെ പ്രത്യക്ഷമായ അനുഭവങ്ങൾക്കപ്പുറം തൻ്റെ കാലത്തിൽ തെളിയാതെ നിൽക്കുന്നതും എന്നാൽ താൻ ജീവിക്കുന്ന കാലത്തിൻ്റെ അടിയടരുകളിൽ, അടിപ്പടവുകളിൽ അന്തര്യാമിയായ എന്ന പോലെ, അടിയൊഴുക്കുകൾ എന്ന പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതുമായ സാമൂഹിക ബലങ്ങളെ, പ്രവാഹ വേഗങ്ങളെ കണ്ടെത്താനുള്ള, അതിനെ കൂടി എഴുത്തിലേക്ക്, കൃതിയിലേക്ക് കൂട്ടിവിളക്കാനുള്ള ഒരു എഴുത്തുകാരൻ്റെ ശേഷി, എഴുത്തുകാരിയുടെ ശേഷി വളരെ പ്രധാനമാണ്. ഇപ്പം നിങ്ങൾ ബഷീർ, അദ്ദേഹം 1950കളിലും 60കളിലും 40കളിലും ഒക്കെ എഴുതുന്ന സമയത്ത് കേരളം നവോത്ഥാന മാനവികതയുടെ പിടിയിലാണ്. നവോത്ഥാനത്തിൻ്റെ വെളിച്ചവും അതിൻ്റെ ഊർജവും അതുണ്ടാക്കിയ മനുഷ്യസ്നേഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് ബഷീർ എഴുതിയത്. ആ വെളിച്ചത്തിലാണ് നമ്മൾ ബഷീറിനെ ഒക്കെ വായിച്ചതും.
അതുകൊണ്ട് അങ്ങനെ വായിച്ചു പോന്ന ബഷീറിനെ പക്ഷെ ഇന്ന് വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേറെ ചില തെളിച്ചങ്ങൾ കിട്ടും. പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പറഞ്ഞൊരു നോവല് അദ്ദേഹം എഴുതുന്നു. സ്ഥലം കഥകൾ എന്ന പേരിൽ കുറെ കഥകൾ എഴുതുന്നു. അതിലൊക്കെയുള്ള കഥാപാത്രങ്ങളെ നാം ഇന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആ കഥാപാത്രങ്ങളൊന്നും നവോത്ഥാന കാലത്ത് ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരായിരുന്നില്ല എന്ന് കാണാൻ പറ്റും. അരികുകളിലേക്ക് തള്ളി മാറ്റപ്പെട്ട, ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരിടവും കിട്ടാൻ സാധ്യതയില്ല എന്ന് കരുതപ്പെട്ട പെറുക്കികൾ, പിച്ചക്കാർ, പോക്കറ്റടിക്കാർ, മോഷ്ടാക്കൾ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള മനുഷ്യർ, അവരുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവ പരിസരം നമ്മുടെ സാഹിത്യത്തിൽ ആദ്യം തെളിഞ്ഞത് ബഷീറിലാണ് എന്ന് നാം ഇപ്പോൾ വായിച്ചാൽ കാണാൻ പറ്റും. സ്ഥലത്തെ പ്രധാന ദിവ്യനും സ്ഥലം കഥകളും ഒക്കെ ചേർത്ത് വായിച്ചാൽ ആനവാരി രാമൻ നായരെയും പൊൻകുരിശ് തോമയെയും മണ്ട മുസ്തഫയെയും ഒക്കെ പോലുള്ള കഥാപാത്രങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഒരുപക്ഷെ ആധുനികാനന്തരം എന്ന് വിളിച്ച കാലത്ത് നമ്മുടെ സാഹിത്യത്തിൽ തെളിഞ്ഞു വന്ന അരികു ജീവിതങ്ങൾ ഏതാണ്ട് അതിനൊരു അരനൂറ്റാണ്ട് മുമ്പ് ബഷീറിന്റെ എഴുത്തിൽ പതുക്കെ പതുക്കെ ഇടം പിടിച്ചു തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ അലാഹയുടെ പെൺമക്കളിലോ തിയൂർ രേഖകളിലോ ഒക്കെ പിൽക്കാലത്ത് തെളിയാനിരിക്കുന്ന ജീവിതത്തിന്റെ സൂക്ഷ്മരൂപങ്ങൾ ആദ്യം ബഷീറിന്റെ എഴുത്തിൽ വന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പെറുക്കികൾ എന്ന് പറയുന്ന ലുംബൻ എന്ന് ക്ലാസിക്കൽ മാർക്സിസ്റ്റുകൾ വിളിക്കുന്ന ലുംബൻ പ്രോലിറ്റേറിയറ്റ് എന്ന് വിളിക്കാവുന്ന ചരിത്രത്തിന്റെ പ്രവാഹഗതിയിൽ പ്രത്യേകിച്ച് ഒരു റോളുമില്ലാത്ത കാലപ്രവാഹത്തിൽ അരഞ്ഞേ തീരും എന്ന് പ്രതീക്ഷിക്കപ്പെട്ട മനുഷ്യർ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും സമരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒക്കെ അരങ്ങൊരുക്കുന്ന ദൃശ്യം നമ്മൾ ബഷീറിൽ കാണുന്നു. ബഷീർ ഇത് അറിഞ്ഞു ചെയ്തതാണോ എന്ന് പറയാൻ ഞാൻ മുതിരുന്നില്ല. പക്ഷേ ആ എഴുത്ത് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് അത് എഴുതപ്പെട്ട കാലത്ത് അക്കാലത്തെ മനുഷ്യരോട് സംസാരിച്ച നിലയ്ക്കല്ല. അങ്ങനെ പല കാലങ്ങളിലേക്ക്, പുതുതായി തെളിയുന്ന വെളിച്ചങ്ങളിലേക്ക്, പുതുതായി രൂപപ്പെടുന്ന വായനാഭിരുചികളിലേക്ക്, സാമൂഹിക അവബോധത്തിലേക്ക് ഒരെഴുത്തിനെ എത്രത്തോളം കടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് വാസ്തവത്തിൽ വലിയ എഴുത്തിനെ രൂപപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരു കാര്യം. അത്തരമൊരു സുപ്രധാനമായ തലം മലയാള സാഹിത്യത്തിൽ നിലനിർത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് നമ്മൾ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം 1969 പ്രസിദ്ധീകൃതമാകുന്ന സമയത്ത് കേരളം മലയാള ഭാവന ആധുനികതാ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നതിലേക്ക് പതിയെ പതിയെ ചുവടുവെച്ച് വരികയാണ്. എന്താണ് ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രപരമോ സാമൂഹികമോ ഉള്ളടക്കം? പലപ്പോഴും കേരളത്തിൽ ഇത് വലിയ തെറ്റായ നിലയിൽ മനസ്സിലാക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം മോഡേണിസത്തെ മലയാളം വിലയിരുത്തിയത് ഏറിയ പങ്കും മോഡേണിസ്റ്റ് സാഹിത്യകൃതികളെയോ കലാസൃഷ്ടികളെയോ മുൻനിർത്തിയല്ല, മറിച്ച് മോഡേണിസത്തെക്കുറിച്ച് അതിൻ്റെ വക്താക്കളായ നിരൂപകർ പറഞ്ഞ ആശയങ്ങളെ മുൻനിർത്തിയാണ്. അതുകൊണ്ട് മോഡേണിസം മൃത്യുവാഞ്ചയാണ്, ജീവിത നിരാസമാണ്, അസ്തിത്വ വ്യഥയുടെ ആവിഷ്കാരമാണ്. അത് സാമൂഹികമായ മൂല്യങ്ങളോ താല്പര്യങ്ങളോ ഇല്ലാത്ത, അല്ലെങ്കിൽ സാമൂഹികമായ ഉള്ളടക്കമില്ലാത്ത, തീർത്തും വ്യക്തിപരമായ മൃത്യുവാഞ്ചയുടെ അല്ലെങ്കിൽ ലൈംഗിക ജീർണതയുടെ ഒക്കെ ആവിഷ്കാരങ്ങളാണ് എന്ന മട്ടിലുള്ള ധാരാളം വിശദീകരണങ്ങൾ വാസ്തവത്തിൽ ആധുനികതാ പ്രസ്ഥാനത്തെക്കുറിച്ച് ഉണ്ടായി വന്നു. ഞാൻ അതിൻ്റെ മുഴുവൻ ചരിത്രമൊന്നും ഇവിടെ പറയാൻ മുതിരുന്നില്ല. ആധുനികതാ പ്രസ്ഥാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒറ്റ വഴിയിലൂടെ മാത്രം വികസിച്ചു വന്ന ഒന്നൊന്നുമല്ല. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം യൂറോപ്പിൽ പിറവിയെടുത്തതു മുതൽ ഏതാണ്ട് ഒരു 6-7 പതിറ്റാണ്ട് കാലം പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ ഭാവുകത്വത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടനയായി നിലക്കൊണ്ട മോഡേണിസ്റ്റ് സെൻസിബിലിറ്റി ധാരാളം വൈരുദ്ധ്യങ്ങളുള്ളതായിരുന്നു. ഇപ്പം നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ സാമൂഹ്യ ചിന്തകരിൽ ഒരാൾ, പൊളിറ്റിക്കൽ തിയറിസ്റ്റുകളിൽ ഒരാളായിട്ടുള്ള സിഗ്മണ്ട് ബൗമൻ, അദ്ദേഹം മോഡേണിസത്തിൻ്റെ ഭാവുകത്വത്തെ മുൻകൂറായി ആവിഷ്കരിച്ച ഒരു മെറ്റഫറിനെ കുറിച്ച്, ഒരു രൂപകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊരു മോഡേണിസ്റ്റ് സാഹിത്യകാരൻ്റെതുമല്ല, അതൊരു സാഹിത്യകാരൻ്റേതു പോലുമല്ല, അത് മാർക്സിൻ്റെതാണ്. മാർക്സ് മാനിഫെസ്റ്റോയിൽ ഒരു അസാധാരണമായ വാക്യം എഴുതുന്നുണ്ട്.
മൂലധനത്തിൻ്റെ പടയോട്ടം ഈ ലോകത്തെ എങ്ങനെ മാറ്റി തീർക്കും എന്ന് വിസ്തരിക്കുന്ന സമയത്ത് അത് രാജ്യാതിർത്തികളെ റദ്ദാക്കും, അത് ഉറച്ചു നിന്നതിനെ ഒക്കെ ഇളക്കിക്കളയും, അത് മനുഷ്യബന്ധങ്ങളെ മുഴുവൻ പൊളിച്ചു പണിയും, എല്ലാറ്റിനെയും അണാപ്പൈ ബന്ധങ്ങളാക്കി മാറ്റും എന്നെല്ലാം വളരെ കാവ്യാത്മകമായി വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം അത് ഉപസംഹരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രയോഗത്തിലാണ്: ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ. ഖരമായതൊക്കെ ആവിയായിത്തീരുന്നു. ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ. ഒന്നും ഉറയ്ക്കുന്നില്ല. ബലിഷ്ഠമെന്നും ദൃഢമെന്നും ശാശ്വതമെന്നും നാം കരുതുന്നതൊക്കെ ഇളകിപ്പറിഞ്ഞു പോകുന്നു, അവയൊക്കെ ചെതറിത്തെറിക്കുന്നു, അവയൊക്കെ തെന്നിമാറുന്നു. ബൗമൻ പറയുന്നത് മോഡേണിസ്റ്റ് സാഹിത്യത്തിൽ പിന്നെ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ കൽപ്പനകളും, എലിയറ്റിന്റെ ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്ന പ്രയോഗമോ, യേറ്റ്സിന്റെ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന പ്രയോഗമോ, വേസ്റ്റ്ലാൻഡില് സൺ ഓഫ് മാൻ വാട്ട് യു നോ ഓൺലി എ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ്, മനുഷ്യപുത്ര നിനക്കെന്തറിയാം, നിനക്കറിയുന്നത് ഭഗ്നബിംബങ്ങളുടെ ഒരു കൂമ്പാരം മാത്രം എന്ന നിലയിൽ ചെതറിത്തെറിക്കാനിരിക്കുന്ന ഒരു കാലത്തെ മുൻകൂറായി കണ്ട ഒരു കൽപ്പനയായിരുന്നു മാർസിൻ്റേത് എന്ന് ബൗമൻ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കാലം വരെ ഒരുപക്ഷെ ബൂർഷ്വാധുനികത അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഉറപ്പിച്ചെടുത്ത ആധാരങ്ങൾ, അത് വ്യക്തി എന്ന സങ്കല്പം, അടിയുറച്ച രാഷ്ട്രം എന്ന സങ്കല്പം, ശാസ്ത്രം എന്ന സങ്കല്പം, പുരോഗതി എന്ന ബോധം, അങ്ങനെ ശാസ്ത്രത്തെയും പുരോഗതിയെയും വ്യാവസായികതയെയും മനുഷ്യനെയും ആധുനിക വിജ്ഞാനത്തെയും ഒക്കെ മുൻനിർത്തി പടിപടിയായി പുരോഗതിയുടെ പടവുകൾ പിന്നിട്ട് മനുഷ്യവംശം സ്വാതന്ത്ര്യത്തിൻ്റെ ഉച്ചസ്ഥാനത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കപ്പെട്ട കാലത്താണ് വാസ്തവത്തിൽ ഈ ആധുനികതയുടെ, മോഡേണിറ്റി എന്ന അർത്ഥത്തിൽ ആധുനിക ലോകത്തിൻ്റെ ഉള്ളിലെ പിളർപ്പുകളെ, വൈരുദ്ധ്യങ്ങളെ, ചിലതെല്ലാം മാർസും മറ്റു ചിലതെല്ലാം ഫ്രോയിഡും ഇനി ചിലതെല്ലാം നീഷയും ഒക്കെ പോലുള്ള ചിന്തകർ വെളിപ്പെടുത്താൻ തുടങ്ങിയത്. 19-ാം നൂറ്റാണ്ട് അവസാനമായപ്പോഴേക്കും വ്യാവസായിക മുതലാളിത്തം എന്ന് പറയുന്നത് മനുഷ്യവംശത്തിൻ്റെ സാമൂഹികമായ വളർച്ചയുടെ എന്ന പോലെ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂഷണത്തിൻ്റെയും ഒരു രംഗവേദിയാണ് എന്ന് മാർക്സ് സ്ഥാപിക്കുന്നുണ്ട്. ഏതാണ്ട് അതേ കാലത്ത് തന്നെ ആധുനികത അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രാശയമായി ഉറപ്പിച്ച മനുഷ്യൻ എന്ന സങ്കല്പം, അത് വളരെ ശിഥിലമായൊരു സങ്കല്പമാണെന്നും അടിയുറച്ച ഒരു ആധാരത്തിലല്ല ഈ മനുഷ്യൻ നിലനിൽക്കുന്നത് എന്നും ഫ്രോയിഡ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ യുക്തിബോധവും അതിലൂടെ നാം എത്തിച്ചേരുന്ന സത്യാത്മകതാ സങ്കല്പവുമൊക്കെ ഭാഷാപരം കൂടിയായ ഒരു ആഖ്യാനമാണ്. അവയ്ക്കൊക്കെ സത്യാത്മകതയേക്കാൾ കഥന സ്വഭാവമാണുള്ളത് എന്ന് നീഷയെപ്പോലുള്ള ചിന്തകർ പറയുന്നുണ്ട്. ഇങ്ങനെ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി അവസാനിക്കാറാവുമ്പോഴേക്കും ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലം ഫ്രഞ്ച് ജ്ഞാനോദയത്തിൻ്റെ കാലം മുതൽ, പ്രബുദ്ധതായുഗത്തിൻ്റെ കാലം മുതൽ ഉയർന്നു വന്ന മാനുഷികതയുടെ ആധാര തത്വങ്ങളുടെ അടിയിളകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ അടിയിളക്കങ്ങളെ രാഷ്ട്രീയ ചിന്തയിൽ ആദ്യം പ്രവേശിപ്പിച്ച ഒരാൾ മാർക്സായിരുന്നു എന്നും ആ പ്രവേശിപ്പിച്ച ആ മെറ്റഫർ അതിൻ്റെ വിശാല രൂപങ്ങളിലാണ് മോഡേണിസ്റ്റ് കലയിലും സാഹിത്യത്തിലുമൊക്കെ വന്നത് എന്നും സിഗ്മണ്ട് ബൗമൻ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡേണിസത്തെ മനസ്സിലാക്കുന്ന സമയത്ത് മോഡേണിസ്റ്റ് നോവലിസ്റ്റുകളും കവികളും എഴുതിയ രചനകൾ വായിച്ച് അതിൽ പറയുന്ന ആശയങ്ങൾ എന്ത് എന്ന് മാത്രം നോക്കി അവയെക്കുറിച്ച് വിലയിരുത്താൻ മുതിരുന്നത് വാസ്തവത്തിൽ വളരെ ദുർബലമായ ഉപരിപ്ലവമായ ഒരു വായനാ രീതിയാണ്. നിർഭാഗ്യവശാൽ അത്തരം ഒരു വായനാ രീതിക്ക് കേരളത്തിൽ കുറേയേറെ കാലം പ്രാബല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മോഡേണിസ്റ്റ് കലയുടെ പിന്നിലെ രാഷ്ട്രീയമായ ഗഹനമൂല്യങ്ങളെ പലപ്പോഴും നാം തിരിച്ചറിയാതിരിക്കുകയും അതിലെ നായക കഥാപാത്രങ്ങളുടെ അലഞ്ഞുതിരിയലാണ് ആ കൃതികളുടെയൊക്കെ ഉള്ളടക്കമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ക്രൈസിസാണ് ബുർഷ്വ ആധുനികത എന്ന് വിളിക്കാവുന്ന, മുതലാളിത്ത ആധുനികത എന്ന് വിളിക്കാവുന്ന ഒരു ജീവിതക്രമത്തിനുള്ളിലുണ്ടാകുന്ന പൊട്ടിപ്പിളരലുകൾ, അതിൻ്റെ അടിതെറ്റലുകൾ, ആ അടിതെറ്റലുകളെ കലയും സാഹിത്യവും പല നിലകളിൽ ഏറ്റെടുത്ത് പ്രകാശിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു സന്ദർഭമാണ് വാസ്തവത്തിൽ യൂറോപ്പിൽ മോഡേണിസം എന്ന പേരിൽ ആദ്യം തെളിയുന്നത്. ഞാൻ അതിൻ്റെ സാഹിത്യചരിത്രപരമായ ഉള്ളടക്കത്തിലേക്ക് അധികം കടക്കാതെ
ഖസാക്കിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുന്നു. 60-കൾ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയ ഒരു സന്നിഗ്ധതയുടെ, ഇന്ത്യയെ സംബന്ധിച്ചും വലിയൊരു സന്നിഗ്ധതയുടെ കാലമാണ്. നമ്മുടെ ദേശീയ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്ത ആദർശാത്മകമായ സാമൂഹ്യ രാഷ്ട്രീയ ബോധ്യങ്ങൾ പല നിലകളിൽ പ്രതിസന്ധിയിലായ ഒരു കാലമാണ് 60-കൾ എന്ന് പറയുന്നത്. 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞ് പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട വലിയ കുതിച്ചുചാട്ടങ്ങളൊന്നും സംഭവിക്കാതിരുന്നൊരു കാലമാണത്. അഴിമതി സാർവത്രികമായി തുടങ്ങി എന്ന് മനുഷ്യർ തിരിച്ചറിയുന്ന ഒരു കാലമാണ്. ഗാന്ധിയൻ ആദർശാത്മകത ഏതാണ്ട് സമ്പൂർണമായി ഉപേക്ഷിക്കപ്പെടുകയും നെഹ്റുവിയൻ സോഷ്യലിസം ഫലത്തിലെത്താതെ പോവുകയും ചെയ്ത ഒരു കാലമാണ്. ഹിന്ദി ചീനി ഭായി ഭായി എന്ന പഴയ മുദ്രാവാക്യം മാറ്റിവെച്ച് ഇന്ത്യയും ചൈനയും യുദ്ധം ചെയ്ത കാലമാണ്. സ്വാതന്ത്ര്യമെന്ന് തന്നെ ഒരു രാഷ്ട്രം രണ്ടായി പൊട്ടിപ്പിളർന്നുകൊണ്ടാണ് നമുക്ക് കൈവന്നത്. രാഷ്ട്രപിതാവ് കൊല ചെയ്യപ്പെട്ടു. പൊട്ടിപ്പിളർന്ന ഈ രാജ്യങ്ങളാകട്ടെ തമ്മിൽ തമ്മിൽ 2 വട്ടം യുദ്ധം ചെയ്യുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ദേശീയ പ്രസ്ഥാനവും നവോത്ഥാന ആധുനികതയും ജന്മം നൽകിയ മൂല്യങ്ങളുടെ ഒരു പ്രതിസന്ധി സന്ദർഭം പതിയെ പതിയെ 950-കളോടെ തന്നെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ തെളിഞ്ഞു വരുന്നത് ആദ്യം മലയാളത്തിൽ രേഖപ്പെടുത്തിയത് ഖസാക്കൊന്നുമല്ല. ഖസാക്കിനേക്കാളൊക്കെ വളരെ മുമ്പ് ഈ ഒരു വൈരുദ്ധ്യത്തിൻ്റെ സൂചനകൾ നാം മലയാളത്തിൽ ഏറ്റവും വലിയ പുരോഗമന കവി എന്ന് മനസ്സിലാക്കുന്ന വൈലോപ്പിള്ളി തന്നെ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടിയൊഴിക്കൽ, 50-കളുടെ തുടക്കത്തിൽ വന്ന കുടിയൊഴിക്കലിൽ വിപ്ലവവും സാഹിത്യവും കുടുംബവും പ്രണയവും അടക്കമുള്ള ആധുനിക ജീവിത മൂല്യങ്ങൾ എങ്ങനെയാണ് വഞ്ചകമായി മാറുന്നത് എന്നതിനെക്കുറിച്ച് എത്രയെങ്കിലും തെളിച്ചങ്ങൾ നമുക്ക്, സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ മാറി വരുന്ന, കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോഴേക്കും 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം വരുന്നു, ആർ രാമചന്ദ്രൻ്റെ കവിതകൾ വരുന്നു, കക്കാടിൻ്റെ നഗരഭീതികൾ വരുന്നു. ഇതെല്ലാം മാറി വരുന്നൊരു കാലത്തോടുള്ള ഉത്കണ്ഠാനിർഭരമായ പലതരം പ്രതികരണങ്ങളാണ്. അത് നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ, മുലചപ്പി വലിക്കുന്നു നരവർഗ നവാതിഥി എന്ന് അക്കിത്തം എഴുതുന്നു. NV കൃഷ്ണമാര്യർ ഗാന്ധിയും ഗോഡ്സെയും എഴുതി കഴിഞ്ഞിരുന്നു. വൈലോപ്പിള്ളി കുടിയൊഴിക്കൽ എഴുതി കഴിഞ്ഞിരുന്നു. മനുഷ്യൻ എന്നതിനെക്കുറിച്ചുള്ള വളരെ ആദർശാത്മകമായ സങ്കല്പങ്ങൾക്ക് പകരം മനുഷ്യനൊരു വഞ്ചനയാണോ എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. ചെറ്റയാം വിടൻ ഞാൻ ഇനിമേലിൽ കഷ്ടമെങ്ങനെ കണ്ണാടി നോക്കും എന്ന് കുടിയൊഴിക്കലിൽ വൈലോപ്പിള്ളി എഴുതുന്നുണ്ട്. മനുഷ്യൻ എന്നത് എത്ര ഗംഭീരമായ ഒരാശയായിരുന്നു. അവിടെ നിന്ന് മനുഷ്യൻ നിലം പൊത്തി തുടങ്ങിയിരുന്നു. എലികൾ എന്നുള്ള കവിതയിൽ NV എഴുതുന്നുണ്ട്, തള്ളയിലി കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം, നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലേ, നിങ്ങൾ എലികളോ മാനുഷരോ എന്നാണ്. മനുഷ്യർക്ക് മനസ്സിലാവില്ല, പക്ഷെ എലിക്ക് മനസ്സിലാവണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു കവിയെ നിങ്ങൾ NV കൃഷ്ണമാര്യരിൽ കണ്ടു തുടങ്ങുന്നത്. ഞാൻ പറയുന്നത് 50-കൾ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യാവബോധത്തിനുള്ളിൽ വരുന്ന വലിയൊരു ഷിഫ്റ്റാണ്. ആ ഷിഫ്റ്റ് ആധുനികത എന്ന് നാം വിളിച്ചു പോന്ന നവോത്ഥാന മാനവികതയുടെ ഉള്ളിലെ വൈരുദ്ധ്യങ്ങളെയാണ് പതുക്കെ പതുക്കെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത്. ആ വഴി ഒരുപക്ഷെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഈ പറയുന്ന ഖസാക്കിൻ്റെ ഇതിഹാസം എന്നത്. ഖസാക്ക് ഞാനതിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുക വയ്യ, വളരെ വിപുലമായ ആലോചനയ്ക്ക് വകയുള്ളതാണ്. ഞാനതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. ഖസാക്കിൽ എന്ത് രാഷ്ട്രീയം എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം. കാരണം സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചോ സാമൂഹ്യ സംഘർഷങ്ങളെക്കുറിച്ചോ പ്രത്യക്ഷമായ ഒരു സൂചനയും ആ നോവലിലില്ല. കൊഴണശ്ശേരിയിൽ നിന്ന് വരുന്ന സഖാക്കളെക്കുറിച്ച് 1-2 സാന്ദർഭിക പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു വച്ചാൽ ഖസാക്ക് പ്രത്യക്ഷമായി ഒരു സാമൂഹിക മാനമുള്ള കൃതിയല്ല. പക്ഷെ ഖസാക്കിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അടിയടരിൽ ഞാൻ ഈ പറഞ്ഞ വലിയൊരു ക്രൈസിസ് തെളിഞ്ഞു വരുന്നത് കാണാനായിട്ട് പറ്റും. ഖസാക്ക് രവി വന്നിറങ്ങുന്ന സ്ഥലം നേരത്തെ ഇവിടെ പറഞ്ഞു. കൂമങ്കാവിൽ ബസ് ഇറങ്ങിയപ്പോൾ രവിക്ക് ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല. അവസാനത്തെ ബസ് സ്റ്റോപ്പാണ് കൂമൻകാവ്, അവിടെയാണ് രവി വന്നിറങ്ങുന്നത്. രവി ഖസാക്കിലേക്ക് നടന്നാണ് പോകുന്നത്. ഖസാക്ക് നിലക്കൊള്ളുന്നതാകട്ടെ ചെതലിമലയുടെ താഴ്വാരത്തിലാണ്. ഈ സ്ഥലകൽപ്പനയ്ക്ക് പ്രതീകപരമായൊരു പ്രാധാന്യമുണ്ട്. പരിഷ്കൃതിയുടെ അവസാനത്തെ പോയിന്റാണ് കൂമൻകാവ്, അവിടെ ബസ് അവസാനിക്കും. പ്രകൃതിയുടെ താവളമാണ് ചെതലിമല. പ്രകൃതിക്കും പരിഷ്കൃതിക്കും ഇടയ്ക്ക്
അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കൊരു ഉഭയസ്ഥാനമാണ് ഖസാക്ക്. ഖസാക്ക് ഒരു സന്നിഗ്ധ സ്ഥലമാണ്. ആദ്യ വരിയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഒരു ഉഭയസ്ഥാനാണ്. അത് പ്രകൃതിയല്ല, അത് പരിഷ്കൃതിയുമല്ല, അതിനിടയിലാണ്. ഈ ഇടയിലേക്ക് രവി വന്നു ചേരുന്നു. രവി ആരാണെന്ന് നോക്കേണ്ടതുണ്ട്. ബുർഷ്വ ആധുനികതയുടെ, വ്യാവസായിക ആധുനികതയുടെ ഒരു ഉത്തമ പൗരനായി പരിശീലിപ്പിക്കപ്പെട്ട ഒരാളാണ് രവി. അദ്ദേഹം പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ ആസ്ട്രോഫിസിക്സിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഐൻസ്റ്റൈനൊക്കെ പ്രവർത്തിച്ച സർവകലാശാലയാണ് പ്രിൻസ്റ്റൺ. അവിടെ ആസ്ട്രോഫിസിക്സിൽ ഗവേഷണം നടത്തുന്ന രവി അതെല്ലാം ഉപേക്ഷിച്ച് കൂമങ്കാവിലേക്ക് ബസ് കയറി വരുന്നു. അയാൾ വരുന്നത് ലഘുവായി വരുന്നതല്ല, അയാൾ വരുന്നത് ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകനായിട്ടാണ്. ഏകാധ്യാപക വിദ്യാലയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണകൂടം 50കളിൽ ഇന്ത്യയെ മോഡേണൈസ് ചെയ്യാനായിട്ട് മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. കാരണം ഇന്ത്യയിൽ അക്ഷരജ്ഞാനം എത്തിച്ചേരാത്ത വിദൂര ഗ്രാമങ്ങളിൽ ഉടനീളം ഒരധ്യാപകനെ നിയോഗിക്കുക, അവിടെയുള്ള ആളുകൾക്ക് പൊതുവിൽ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് വഴി തുറന്നു കൊടുക്കുന്നതിനുള്ള ഒരു കാറ്റലിസ്റ്റായി, ഒരു ഉൽപ്രേരകം പോലെ അയാൾ പ്രവർത്തിക്കുക. അങ്ങനെ പാരമ്പര്യ വിജ്ഞാനത്തിൻ്റെ, അന്ധവിശ്വാസങ്ങളുടെ, ഐതിഹ്യങ്ങളുടെ ഒക്കെ ലോകത്ത് നിന്ന് ആധുനികതയിലേക്ക് ഈ ഗ്രാമാന്തരങ്ങളെ പരിവർത്തനപ്പെടുത്തുന്ന ഒരു ഭരണകൂട പദ്ധതിയുടെ നടത്തിപ്പുകാരൻ എന്ന നിലയിലാണ് രവി ഖസാക്കിലേക്ക് വരുന്നത്. രവി വരുന്ന കാലം ഏതാണ് എന്നത് കൃത്യമായിട്ട് വർഷമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ രവിയുടെ പെട്ടി ചുമക്കാനായിട്ട് അയാളുടെ കൂടെ കൂടുന്ന ചുമട്ടുകാരൻ പറയുന്നുണ്ട്, മലമ്പുഴയിൽ അണ കെട്ടാൻ പോകണമെന്ന് പറയുന്നുണ്ട് മാഷേ, പെയ്യണ മഴയെ കൂട്ടാനോ തടുക്കാനോ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കുമോ എന്നൊരു ചോദ്യം. മലമ്പുഴ അണക്കെട്ട് വരുന്നു, 1960കളാണ്. അങ്ങനെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള ആധുനികമായ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഒരു ലാർജർ പ്രോജക്റ്റിൻ്റെ ഭാഗമെന്ന നിലയ്ക്കാണ് ഖസാക്ക് എന്ന സാങ്കല്പിക ഗ്രാമത്തിലേക്ക് രവി വരുന്നത്. ഇത് രവിയെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ പൊതുവെ ഓർക്കില്ല. നമ്മൾ രവിയുടെ അസ്തിത്വ പ്രശ്നവും ചിറ്റമ്മയുമായുള്ള വീഴ്ചയും അയാളുടെ പാപബോധവും അയാളുടെ മദ്യപാനത്തിൻ്റെ കഥയും ഒക്കെ നോവലിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ അയാൾ ഒരു സ്റ്റേറ്റ് മിഷണറിയുടെ ഭാഗമായിട്ട്, ഒരു ഭരണകൂട പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അയാൾ വരുന്നത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതുണ്ട് അതിനകത്ത്. അണക്കെട്ട് വരുന്നുണ്ട്, പുതിയ വിദ്യാഭ്യാസം നൽകാനായിട്ട് രവി ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള കൈകാര്യകർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ്, അതിൻ്റെ ഒരു ഏജൻസി എന്ന നിലയിലാണ് രവി ഖസാക്കിലേക്ക് വരുന്നത്. ഖസാക്കിൽ സ്വയമേവ 2 വിജ്ഞാന വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന് അള്ളാപ്പിച്ച മൊല്ലാക്കയുടേതാണ്. അള്ളാപ്പിച്ച മൊല്ലാക്കയാണ് ഒത്തുപള്ളി നടത്തുന്നത്. ഒത്തുപള്ളിയിൽ അദ്ദേഹം ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട്, പഴയ കഥകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഷെയ്ഖ് മിയാൻ്റെ കുതിരകളൊക്കെ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിജ്ഞാനത്തിൻ്റെ, പൗരാണികമായൊരു വിജ്ഞാനത്തിൻ്റെ ലോകമാണ് ഖസാക്കിൽ സ്വയമേവ ഉള്ളത്. ഇത് രണ്ടിനും ഇടയിൽ പുതുതായി വരുന്ന രവിയുടെ അറിവിനും അവിടെ പരമ്പരാഗതമായി നിലനിൽക്കുന്ന അള്ളാപ്പിച്ച മൊല്ലാക്കയുടെ അറിവിനും ഇടയിൽ നാരായണൻ നായർ എന്ന് പറയുന്ന, ശിവരാമൻ നായർ എന്നു പേരായ മറ്റൊരു കഥാപാത്രത്തെയും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ ശിവരാമൻ നായർ ഒന്ന് സൂക്ഷിച്ചു നോക്കേണ്ടതാണ് കേട്ടോ. പിൽക്കാലത്ത് ഇന്ത്യയിൽ തെളിയാനിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ബീജരൂപമാണ് ശിവരാമൻ നായർ. ഇന്ത്യയിലുടനീളം പിൽക്കാലത്ത് തെളിയാനിരിക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ഈ ശിവരാമൻ നായർ എന്ന് പറയുന്നത്. അയാൾ മുസ്ലിം വിരോധിയാണ്. അയാൾ ആധുനികതയുടെ പരിവേഷമൊക്കെ പുറമേ നടത്തുകയും ഞാറ്റുവരയിൽ സ്കൂൾ നടത്താനായിട്ട് സ്ഥലം കൊടുക്കുകയും പുതിയ വിദ്യാലയത്തിന് വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾ മതവിരോധിയും, അയാൾ ഒരു ഹൈന്ദവ യാഥാസ്ഥിതികനും, ആ യാഥാസ്ഥിതികത്വത്തെ തൻ്റെ ഒരു ഫ്യൂഡൽ പാരമ്പര്യം കൊണ്ട് മറച്ചു പിടിക്കാനായിട്ട്, ആ ഫ്യൂഡൽ പാരമ്പര്യത്തെ മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളുമാണ്. ഇത്തരം ആളുകൾ എല്ലാ പഞ്ചായത്തിലും ഇപ്പോഴും നിരന്ന് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നേരത്തെ ഇവിടെ പറഞ്ഞ ശബരിമലയൊക്കെ വന്നപ്പോൾ ചാടി പുറപ്പെട്ടത് ഇങ്ങനെയുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് ശിവരാമൻ നായർ ഒരു വെറും കഥാപാത്രമല്ല, ഇന്ത്യൻ സാമൂഹ്യ ചരിത്രത്തിൽ വളരെ ആഴത്തിൽ വേരുള്ള, പ്രത്യക്ഷത്തിൽ ആധുനികനാണെന്ന് തോന്നിക്കുകയും ആഴത്തിൽ വളരെയധികം ഹിന്ദുത്വപരമായ രാഷ്ട്രീയ മൂല്യങ്ങളെ ഉൾക്കൊള്ളുകയും അങ്ങേയറ്റം യാഥാസ്ഥിതികമായ ജീവിതബോധത്തെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശിവരാമൻ നായർ. വള്ളത്തോളിൻ്റെ ഒരു കവിത കുറച്ച് തെറ്റായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന വള്ളത്തോളിൻ്റെ കവിതയിലെ 2 വരികൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ആ വരി ഇങ്ങനെയാണ്: മൊട്ടപ്പാഴ്ത്തലയല്ല വേണ്ടു ഭാരതക്ഷോണി കിരീടം ചൂടാൻ എന്നാണ്. കിരീടം എന്ന് ശിവരാമൻ നായർ പറയുന്നില്ല, ശിവരാമൻ നായർ ഉദ്ധരിക്കുന്നത് കിരീടം എന്നാണ്.
എങ്കിലും മൊട്ടപ്പാഴുത്തലയല്ല വേണ്ടത്, ഈ മുസ്ലിങ്ങളല്ല വേണ്ടത്, മറിച്ച് ഭാരതം ഭരിക്കേണ്ടത് ഹിന്ദുക്കളാണ് എന്ന യുക്തി വള്ളത്തോളിൻ്റെ കവിതയിൽ അതുണ്ട് കേട്ടോ. ഔറംഗസീബിനെയൊക്കെ മുൻനിർത്തിയുള്ളൊരു കഥയാണെങ്കിലും നമ്മുടെ ദേശീയതയ്ക്കുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു പ്രശ്നം വള്ളത്തോളിൻ്റെ കവിതയിലും കാണാം, ഈ നോവലിലും ഒക്കെ കാണാം. ഇങ്ങനെ ശിവരാം നായർ നടത്തുന്ന ഞാറ്റുപുരയിലെ വിജ്ഞാന കേന്ദ്രം, രവി കൊണ്ടുവരുന്ന ഏറ്റവും ആധുനികമായ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നിന്നൊക്കെ പുറപ്പെടുന്ന ആസ്ട്രോഫിസിക്സ് പോലുള്ള ഏറ്റവും ആധുനികമായ വിജ്ഞാന സങ്കല്പം, ഈ അള്ളാപ്പിച്ച മുല്ലാക്കയുടെ അതിപ്രാചീനമായ ഐതിഹ്യാത്മകമായ ഒരു ജീവിത ലോകബോധം, ഈ മൂന്ന് ജീവിത വ്യവഹാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ അല്ലെങ്കിൽ വിനിമയങ്ങളുടെ ഒരു പ്രവൃത്തി മണ്ഡലമാണ് ഖസാക്ക് എന്ന് പറയുന്ന സാങ്കല്പിക സ്ഥലം. ഖസാക്ക് തസ്രാക്കല്ല കേട്ടോ. ആളുകൾ ഖസാക്ക് കാണാൻ വേണ്ടി തസ്രാക്കിലേക്ക് പോയിട്ട് പള്ളിക്കുളം കണ്ടിട്ട് ശിവരാം നായരുടെ ഞാറ്റുപുര കണ്ടിട്ട് അവിടെ ഇപ്പോൾ മറ്റേ വിജയൻ്റെ സ്മാരകമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ നടന്ന ആളുകളെ കണ്ടിട്ട് ഇത് മറ്റേ ആളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കരശ്ശേരി മാഷ് വിജയനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ മൈമുന എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സങ്കല്പമാണെന്ന് പറഞ്ഞിട്ട് കരശ്ശേരി മാഷ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല, നുണ പറയരുത് എന്ന് അദ്ദേഹം വിജയനോട് പറയുന്ന കാര്യം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. വാസ്തവത്തിൽ തസ്രാക്ക് എന്ന് പറയുന്ന സ്ഥലമൊന്നുമല്ല ഖസാക്ക്, അത് തസ്രാക്കിനെ അദ്ദേഹം മാതൃകയാക്കി എന്നുള്ളത് ശരിയാണ്. അതിൽ നിന്ന് വിജയൻ സൃഷ്ടിച്ചെടുക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു ലോകമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് ആധുനികതയുടെ അടയാളങ്ങളും വിജ്ഞാന വ്യവസ്ഥയും സാമൂഹ്യ രൂപങ്ങളും, മറുഭാഗത്ത് പ്രാചീനമായ പ്രാക്തനമായ ജീവിത ബോധ്യങ്ങളും അതിൻ്റെ ജീവിതക്രമങ്ങളും വിശ്വാസ വ്യവസ്ഥകളുമുള്ള ഒരു ജനത. ഇതിനിടയിലേക്ക് കടന്നു വരുന്ന ഏറ്റവും ആധുനികനായിട്ടുള്ള ഏറ്റവും സമകാലികമായ ജ്ഞാനത്തിൻ്റെ പ്രതിനിധിയായി, എന്നാൽ ആ ജ്ഞാനവ്യവസ്ഥയിൽ നിന്നൊക്കെ പലായനം ചെയ്ത ഒരാളെന്ന നിലയിലുള്ള രവി, ഈ മൂന്ന് ജീവിത ബോധ്യങ്ങൾ തമ്മിൽ ഖസാക്കിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അള്ളാപ്പിച്ച മുല്ലാക്കയുടെ ഒത്തുപള്ളിക്കെതിരാണ് എന്നതുകൊണ്ടാണ് ശിവരാമൻ നായർ ഏകാധ്യാപക വിദ്യാലയത്തിന് ഞാറ്റുവരയിൽ സ്ഥലം കൊടുക്കുന്നത് തന്നെ. അങ്ങനെ ഒരു സംഘർഷം അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ രവി അള്ളാപ്പിച്ച മുല്ലാക്കയുടെ ജ്ഞാനവ്യവസ്ഥയെ അല്ലെങ്കിൽ ഖസാക്കിൽ നിലനിൽക്കുന്ന വിശ്വാസ വ്യവസ്ഥകളെ ആധുനികമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അത് ആധുനികമായൊരു ജീവിതമായിട്ട് മാറുന്നില്ല. ഖസാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നൊരു കാര്യം, ഖസാക്കിൽ നിന്ന് ആരും പുറത്തു പോകുന്നില്ല. ഖസാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ ഞാനിതൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, കറസ്പോണ്ടൻസ് ആയിട്ട് സൈക്കിൾ ഔട്ട് പഠിക്കണ പോലെ ഇരിക്കും ഇത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കറസ്പോണ്ടൻസ് ആയിട്ട് നിങ്ങൾ എത്ര സൈക്കിൾ ഔട്ടി പഠിച്ചാലും സൈക്കിൾ ഓട്ടാൻ പറ്റില്ല, ഉരുണ്ടു വീഴും എന്നതൊരു പ്രശ്നമാണ്. എങ്കിലും പിന്നെ നോവലിനെ കുറിച്ച് പറയുമ്പോൾ നോവലിനെ കുറിച്ചല്ലേ പറയാൻ പറ്റും. ഞാനത് പറയുന്നത് എന്താ വെച്ചാൽ ആ നോവലിൻ്റെ വേറൊരു സാധ്യതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഖസാക്കിൽ നിന്ന് ആരും പുറത്തു പോകുന്നില്ല. ഖസാക്കിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സുപ്രധാന കഥാപാത്രം ഖസാക്കിലെ ആദ്യം നൈസാം അലി എന്നറിയപ്പെടുന്ന അള്ളാപ്പിച്ച മുല്ലാക്കയുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയും മുല്ലാക്കയുടെ സഹായിയും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയായിട്ടും, ഏതാണ്ട് അള്ളാപ്പിച്ച മുല്ലാക്കയോട് ഒരു തരത്തിലുള്ളൊരു സ്വർഗാനുരാഗം അദ്ദേഹം ഈ നൈസാം അലിയോട് പുലർത്തിയിരുന്നു എന്ന സൂചനയൊക്കെ നമുക്കതിൻ്റെ ഇടയിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ആ നൈസാം അലിയാണ് പിന്നെ ഖസാക്കിന് പുറത്തു പോവുകയും അദ്ദേഹം നൈസാം അലിയായി പുറത്തു പോയിട്ട് തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ബീഡി തൊഴിലാളി യൂണിയന്റെ നേതാവാവുകയും ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാനായിട്ട് പുറപ്പെടുകയും അദ്ദേഹത്തെ പോലീസ് പിടിക്കുകയും പോലീസ് മർദ്ദനം ഏറ്റപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഈ പ്രവൃത്തികളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഖാലിയാരായിട്ട് മടങ്ങി വരികയും ചെയ്യുന്നത്. അങ്ങനെ ഖസാക്കിൽ നിന്ന് ആധുനിക ലോകത്തേക്ക് പ്രവേശിച്ച ഒരേ ഒരാൾ നൈസാം അലിയാണ്. നൈസാം അലി പക്ഷേ ആധുനികനായിട്ട് മാറുകയല്ല ചെയ്തത്, അതിപ്രാചീനമായ മറ്റൊരു മുദ്ര പേറിക്കൊണ്ട് ഖാലിയാരായിട്ട് അദ്ദേഹം ഖസാക്കിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. ഖസാക്കിനെ ആധുനികമാക്കാൻ ശ്രമിച്ച് ആധുനികതയുടെ പ്രതിനിധിയായി ഖസാക്കിലേക്ക് എത്തിച്ചേർന്ന രവി എന്താണ് അവിടെ ചെയ്യുന്നത്? രവി ഏകാധ്യാപക വിദ്യാലയം സ്ഥാപിക്കുന്നു. ആ ഏകാധ്യാപക വിദ്യാലയത്തിൻ്റെ ഒരു വിജ്ഞാന രീതിയിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അദ്ദേഹം ആധുനികതയുടെ അറിവുകളെ ഈ ഖസാക്കിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒട്ടും ആധുനികമായ നിലയിലല്ല.
ആധുനികതയുടെ യുക്തിക്ക് നിരക്കുന്ന നിലയിലുമല്ല, മറിച്ച് ഏതാണ്ട് പ്രാചീനമായ ഒരു വിശ്വാസ വ്യവസ്ഥയുടെ രൂപത്തിലാണ്. ഇപ്പൊ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതിനെ കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് രവി പറയുന്നത്, ആ ക്ലാസ്സിലൊരു കുട്ടിയാണ് ഈ അപ്പുക്കിളി. അപ്പുക്കിളി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പുക്കിളി എന്ന പേരിലുള്ള ആ കഥയാണ് ഒ വിജയൻ 1957 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. ഖസാക്ക് നോവലായിട്ട് വന്നപ്പോൾ 69 കേട്ടോ. 12 കൊല്ലത്തെ പണിയുണ്ട് ആ നോവലിന്റെ പുറകില്. നമ്മളിപ്പോൾ ആഴ്ചക്കാഴ്ചക്ക് ആളുകൾ നോവൽ എഴുതി തീർക്കണോണ്ട് ഞാൻ പറഞ്ഞതാണ്. 12 കൊല്ലത്തെ പണിയുണ്ട് വാസ്തവത്തിൽ ആ നോവലിന്റെ പിന്നിൽ. അങ്ങനെ അപ്പുക്കിളിയുടെ പ്രത്യേകത എന്താണ്? അപ്പുക്കിളിയുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണം ആ നോവലിന്റെ ഒരു സന്ദർഭത്തിൽ വരുന്നുണ്ട്. മാധവൻ നായർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അയാൾ ഖസാക്കിൽ നിന്ന് പുറത്തുപോയി വിദ്യാഭ്യാസമൊക്കെ നേടി സന്യാസത്തിന്റെ വഴിയിലൂടെ ഒക്കെ സഞ്ചരിച്ച് ഖസാക്കിലേക്ക് തന്നെ മടങ്ങി വന്ന ഒരാളാണ് മാധവൻ നായർ. മാധവൻ നായരാണ് ഖസാക്കിൽ രവിക്കുള്ള ഒരേ ഒരു സുഹൃത്ത്. ആ സുഹൃത്തും രവിയും തമ്മിൽ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അപ്പുക്കിളി അവിടെ ഇരുന്ന് അക്ഷരം എഴുതുന്നുണ്ട്. അപ്പുക്കിളിക്ക് ആകെ എഴുതാൻ അറിയുന്ന ഒറ്റ അക്ഷരമാണ്, അത് ഢായാണ്. ഢായാണെന്നോ പൂജ്യമാണെന്നോ വട്ടമാണെന്നോ ഒക്കെ നിങ്ങൾക്ക് പറയാം. ഢായുടെ ഒരു പ്രത്യേക ഗുണം, അത് അക്ഷരമായിട്ടാണോ അതൊരക്കമായിട്ടാണോ അതോ ഒന്നുമില്ലായ്മയായിട്ടാണോ വരണത് എന്ന് പറയാൻ പറ്റില്ല. ഠ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പൂജ്യമായിട്ട് വായിക്കാം, നിങ്ങൾക്ക് ഠ എന്ന അക്ഷരമായിട്ട് വായിക്കാം, വെറുതെ ഒരു ശൂന്യവൃത്തമായിട്ടും വായിക്കാം. ഇത് മാത്രമേ അപ്പുക്കിളിക്ക് അറിഞ്ഞുള്ളൂ. അപ്പുക്കിളി ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണ കണ്ട് മാധവൻ നായർ രവിയോട് സാന്ദർഭികമായിട്ട് പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: ഒറ്റ അക്ഷരം പഠിച്ചാൽ മതി മാഷേ എന്ന് പറയും. അപ്പൊ രവി പറയും ശരിയാണ് എന്ന് പറയും. അപ്പൊ മാധവൻ നായർ പറയും കളിയല്ല ഞാൻ പറഞ്ഞത്. രവിയുടെ മറുപടി ഞാനും. ഇത് ഖസാക്കിലെ വിജ്ഞാന വ്യവസ്ഥയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ്. കാരണം നാം ആർജിക്കുന്ന ഈ അറിവുകളുടെ ഒക്കെ നിരർത്ഥകതയെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള ഒരു ആന്തരിക ബോധ്യം, അതായത് ആധുനികമെന്ന് നാം വിളിക്കുന്ന വിജ്ഞാന വ്യവസ്ഥകൾ വാസ്തവത്തിൽ മാനുഷികതയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ വിജയിക്കുന്നുണ്ടോ എന്ന വളരെ മൗലികമായ ഒരു ചോദ്യം ഖസാക്കിൻ്റെ ഉള്ളിലുണ്ട്. 2 സന്ദർഭങ്ങൾ പ്രധാനമാണ്. ഒന്ന്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ രവി ഏകാധ്യാപക വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. ഇന്ത്യയിലേക്ക് ആര്യന്മാര് വടക്ക് പടിഞ്ഞാറൻ പഞ്ചാബിലൂടെ ഇന്ത്യയിലേക്ക് ആര്യന്മാര് കടന്നു വന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് രവി നൽകുന്ന ഒരു ഉപമ അപ്പുകിളിയുടെ തലയിൽ പേൻ വരുന്നത് പോലെയാണ് എന്നാണ്. പേൻ കരുന്നത് പോലെയാണ്. പതുക്കെ പതുക്കെ പതുക്കെ. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നുണ്ട്. ഖസാക്കിലെ ഏറ്റവും മനോഹരമായ ഒരു സന്ദർഭം ആ പരിണാമ സിദ്ധാന്തം രവി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. അത് ഏതാണ്ട് ഇങ്ങനെയാണ്. മുമ്പൊക്കെ എനിക്ക് കാണാതറിയായിരുന്നു, ഇപ്പോൾ വയസ്സായി പലതും മറന്നു തുടങ്ങി. എങ്കിലും ഞാൻ ഏകദേശം അത് പറയാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പണ്ട് 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 ഓന്തുകൾക്കും ദിനോസറുകൾക്കും മുമ്പ് 2 ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങി. നടന്ന് അസ്തമയത്തിൽ പൂത്തു നിൽക്കുന്ന താഴ്വാരത്തിലെത്തി. ഇതിനും അപ്പുറം പോകണ്ടേ? ചെറിയ ബിന്ദു വലിയതിനോട് ചോദിച്ചു. ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ, ഏടത്തി പറഞ്ഞു. അനിയത്തി നടന്നകന്നു. മൃതിയുടെ മുലപ്പാല് കുടിച്ച് ചില്ലകൾ പടർന്ന് തിടം വച്ചു. കണ്ണിൽ സുറുമയും കാലിൽ തണ്ടയും അണിഞ്ഞൊരു പെൺകുട്ടി ചെതലിയുടെ താഴ്വാരത്തിൽ പൂവിറുക്കാനെത്തി. പൂത്തു നിന്ന ചെമ്പകത്തിൻ്റെ ചില്ലയൊടിച്ച് പൂനുള്ളിയെടുത്തപ്പോൾ ചെമ്പകം പറഞ്ഞു, അനിയത്തി നീ എന്നെ മറന്നല്ലോ. 2 ജീവബിന്ദുക്കൾ പരിണാമത്തിൻ്റെ പടവുകൾ പിന്നിടുന്നു. പരിണാമത്തിൻ്റെ ഏതോ പടവിൽ വച്ച് അതൊന്ന് ചെമ്പകമായി മാറുന്നു, ഒന്ന് പിന്നെയും മുന്നോട്ട് പോകുന്നു. കാലപ്രയാണത്തിൻ്റെ ഇങ്ങേ തലക്കൽ വെച്ച് ആ ജീവബിന്ദുക്കളിലൊന്ന് തിരിച്ചു വന്ന് പൂത്തു നിന്ന ചെമ്പകത്തിൻ്റെ ചില്ലയൊടിച്ച് പൂനുള്ളി എടുക്കുമ്പോൾ ചെമ്പകം പറയുന്നു, അനിയത്തി നീ എന്നെ മറന്നല്ലോ. നിങ്ങൾ ഓർത്ത് കാണാനേ വഴിയില്ല. ഈ ഒരു കാര്യം ഖസാക്ക് എഴുതുന്നതിനും വളരെ മുമ്പ് മലയാളത്തിലൊരു കവി തൻ്റെ കവിതയിൽ എഴുതിയിട്ടുണ്ട്. എടശ്ശേരി ഗോവിന്ദൻ നായർ, പള്ളിക്കൂടത്തിലേക്ക് എന്ന കവിത. ഒരച്ഛൻ മകനെയും കൊണ്ട് ആദ്യമായിട്ട് 1ാം ക്ലാസ്സിൽ ചേർക്കാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പം ഇങ്ങനെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്ന ദിവസം കുഞ്ഞ് ഒരുങ്ങിയിരിക്കുന്നു. ചേട്ടത്തി അനിയനെ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ കുഞ്ഞിനെ കൈപിടിച്ചിറങ്ങുന്ന സമയത്ത് അച്ഛൻ മകനോട് പറയും, നിന്നെയും കാത്ത് പതിവ് പോലെ വന്നിരിപ്പുണ്ട് ഇളങ്കിളികൾ, ശ്രേഷ്ഠരവരോട് യാത്ര ചൊല്ലൂ, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ.
നിന്നെ കാത്ത് കിളി വന്ന് പുറത്തിരിക്കുന്നുണ്ട്. കിളിയോടുകൂടി യാത്ര പറഞ്ഞിട്ട് വരൂ, നിനക്ക് കിളിയുടെ വാക്കറിയാലോ. നിന്നെയും കാത്തു പതിവ് പോലെ വന്നിരിപ്പുണ്ട് ഇളംകിളികൾ, പ്രേഷ്ഠരവരോട് യാത്ര ചൊല്ലൂ, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. അടുത്ത വരി, നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. നീ പക്ഷെ സ്കൂളിൽ പോയി പഠനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നീ മറന്നുപോകും. പിന്നീടാണ് പറയണത്, പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്ന് അപ്പാടെ പോയി കഴിഞ്ഞു നാനാ ജഗന്മനോരമ്യ ഭാഷ. നീ പോയി പലതും പഠിച്ചു വരും, പക്ഷെ അപ്പോഴേക്കും ഈ പ്രകൃതിയുടെ ഭാഷ നിനക്ക് നഷ്ടമായിട്ടുണ്ടാവും. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അച്ഛൻ ഒന്നുകൂടി പറയുന്നുണ്ട്, 50 കൊല്ലം മുമ്പ് ആര് തമ്മിൽ കമ്പം പിടിക്കും കളിമ്പമാർന്നു, പുസ്തകജ്ഞാനം അവരെ മർത്യപുത്രനും തിര്യക്കുമാക്കി മാറ്റി. 50 കൊല്ലം മുമ്പ് ഞാനും ഇതുപോലെ ഈ കിളിയോടൊപ്പം കളിച്ചതാണ്. പക്ഷെ പഠിച്ച് പഠിച്ച് ഞാൻ മനുഷ്യനായി, കിളി ജന്തുവായി, മർത്യപുത്രനും തിര്യക്കുമാക്കി മാറ്റി. ആദിമമായ ജീവബന്ധുക്കളുടെ ഒരുമിച്ചുള്ള നടത്തത്തിൽ നിന്ന് ഒന്ന് ഒരു ചെമ്പകമായി, മറ്റൊന്ന് ഒരു മനുഷ്യപുത്രിയായി. വേറെ കാലം കഴിഞ്ഞ് ആ മനുഷ്യപുത്രിയോട് ചെമ്പകം പറയുന്നു, അനിയത്തി നീ എന്നെ മറന്നല്ലോ, നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. അതുകൊണ്ട് ഈ പരിണാമത്തിന്റെ കഥ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഡാർവിൻ മുമ്പോട്ട് വെച്ച ജീവി പരിണാമത്തിന്റെ കഥ മാത്രമല്ല, ആ ജീവി പരിണാമത്തെ പ്രതീക രൂപത്തിൽ അവതരിപ്പിക്കുകയല്ല. നമ്മൾ ആർജിച്ച ആധുനിക വിജ്ഞാനം അടിസ്ഥാനപരമായി എങ്ങനെയാണ് നമ്മയൊക്കെ തന്നെ പ്രകൃതിയിൽ നിന്ന് എടുത്തു മാറ്റി, ഇതര ബന്ധങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ഒറ്റയൊറ്റയായ മനുഷ്യരെന്ന തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുവന്ന് തമ്മിൽ തമ്മിൽ പോരടിച്ചു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ മാനുഷികതകൾ എന്ന ബൂർഷ്വ ആധുനികതയുടെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പത്തിലേക്ക് എത്തിപ്പോയത് എന്നതിനെക്കുറിച്ചുള്ള വിമർശനം കൂടി വാസ്തവത്തിൽ ഈ കഥാകഥനത്തിലുണ്ട്. അനിയത്തി നീ എന്നെ മറന്നല്ലോ എന്നത് ആദിമമായ ഒരു സാഹോദര്യത്തിന്റെ കഥ, ആദിമമായ ഒരു പങ്കുവയ്ക്കലിന്റെ കഥ. ആ കഥ ശിഥിലമാവുകയും തകർന്നടിയുകയും അവിടേക്ക് വ്യക്തിബോധത്തിന്റെ, മാത്സര്യത്തിന്റെ, പാരസ്പര്യ നഷ്ടത്തിന്റെ, വിദ്വേഷത്തിന്റെ, വിഭജനത്തിന്റെ യുക്തികൾ വന്ന്, എടശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. അങ്ങനെ ആധുനിക ജ്ഞാനം എന്ന് പറയുന്ന രവി പ്രിൻസ്റ്റണിൽ നിന്ന് നേടിയ ആസ്ട്രോഫിസിക്സ് വിജ്ഞാനവും ശിവരാമൻ നായരുടെ ഞാറ്റുപുരയിൽ തെളിയാനിരിക്കുന്ന ആധുനിക രാഷ്ട്രത്തിൻ്റെ വിജ്ഞാനവും ഒക്കെ ഏതാണ്ട് ശിഥിലമായി തീരുന്ന ഒരു ജീവിതസ്ഥാനമായിട്ട് ഖസാക്ക് മാറിത്തീരുന്നുണ്ട് എന്ന് പറയാം. ഇതുപോലെ ആധുനികതയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരാധാര ഘടകമാണ് മനുഷ്യൻ എന്ന സങ്കല്പം. മനുഷ്യനായിരുന്നു ആധുനികതയുടെ പ്രമാണവാക്യം. മനുഷ്യനെ മുൻനിർത്തിയാണ് ആധുനികത സ്വയം സംസാരിച്ചതും സ്വയം സാധൂകരിച്ചതും. മനുഷ്യനാണ് മാനദണ്ഡം എന്നത് പറഞ്ഞുകൊണ്ടേയിരുന്നു. മാൻ ഈസ് ദ മെഷർ എന്ന പ്രൊട്ടഗോറസിന്റെ പഴയ മുദ്രാവാക്യത്തിന് പൂർണ്ണ വ്യാപ്തി കൈവന്നത് 19-ാം നൂറ്റാണ്ടിലെ ആധുനികതയിലാണ്. ഹ്യൂമനിസ്റ്റ് മാനവദർശനമായിട്ട് അത് മാറിയത്. അങ്ങനെ മനുഷ്യൻ സർവാധികാരിയായി തീർന്നു. മാനുഷികത സാർവത്രികമായ ഒരു ശക്തി സ്വരൂപമായി മാറുകയും മറ്റെല്ലാം മനുഷ്യന് കീഴ്പ്പെട്ടിരിക്കണം എന്ന ഒരു അതീത ബോധം മനുഷ്യനെ മുൻനിർത്തി ഉണ്ടായി വരികയും ചെയ്ത ഒരു കാലം കൂടിയാണ് ബൂർഷ്വാ മോഡേണിറ്റി എന്ന് വിളിക്കുന്ന ഒരു കാലസന്ധി. ആ മനുഷ്യൻ എന്ന സങ്കല്പത്തിൻ്റെ ശൈഥില്യം നിങ്ങൾക്ക് ഖസാക്കിൽ കാണാം. ആ മനുഷ്യൻ്റെ ഒരൊറ്റ പ്രതീകമേ ഖസാക്കിൽ പൂർണ്ണാർത്ഥത്തിലുള്ള, അത് രവിയാണ്. രവിയുടെ അച്ഛൻ മദിരാശിയിലെ തോട്ടത്തിലെ മാനേജരാണ്. അദ്ദേഹം അവിടെ നിന്ന് ആധുനിക വിദ്യാഭ്യാസമൊക്കെ നേടി ലോകത്തിൻ്റെ ഏറ്റവും ഉയർന്ന വിജ്ഞാന കേന്ദ്രത്തിൽ പോയി അന്നത്തെ നിലയ്ക്ക് ഏറ്റവും അവസാനത്തെ ഏറ്റവും ആധുനികമായ അറിവിൽ പ്രവർത്തിച്ച് തിരിച്ചു വരുന്ന ആളാണ്. തിരിച്ച് ഖസാക്കിലെത്തിയതിന് ശേഷം ഖസാക്കിലേക്ക് അദ്ദേഹം വരുന്നതാകട്ടെ ഏതാണ്ട് ഈ ആധുനികതയെ ഉപേക്ഷിച്ചിട്ടാണ്. അതിൻ്റെ 2-3 അടയാളങ്ങൾ ഖസാക്കിൻ്റെ ഉള്ളിലുണ്ട്. ഒന്ന്, രവിയുടെ കാമുകിയായിട്ടുള്ള പത്മം രവിയെ തേടി ഖസാക്കിലേക്ക് വരുന്നുണ്ട്. രവി അവരെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഖസാക്കിലേക്ക് എത്തുന്നത്. പത്മം രവിയെ തേടി വരികയും അവർ തമ്മിൽ കാണുന്ന സമയത്ത് രവിയോട് പത്മം ചോദിക്കുന്നുണ്ട്, എന്നെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ രവി പറയുന്നത് എനിക്കറിയില്ല എന്നാണ്. അറിയില്ല എന്നുള്ളത് ചെറിയൊരു ഉത്തരമല്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രണയം എന്ന് പറയുന്നത് ഔപചാരികമായ
പരസ്പരാകർഷണമല്ല. ജന്തുജാലങ്ങൾക്കിടയിലൊക്കെ ആണും പെണ്ണും തമ്മിലോ ആണും ആണും തമ്മിലോ പെണ്ണും പെണ്ണും തമ്മിലോ ഒക്കെ ഉണ്ടാകാവുന്ന അന്യോന്യ ആകർഷണത്തിൻ്റെ പേരല്ല വാസ്തവത്തിൽ പ്രണയം എന്നത്. പ്രണയം കുറച്ചുകൂടി സാമൂഹിക ഉള്ളടക്കമുള്ള ഒരു ആശയമാണ്. അതായത് ആധുനികത വ്യക്തികളെ, മനുഷ്യരെ മാറ്റിയെടുത്തത് എന്തിലേക്കാണ് എന്ന് ചോദിച്ചാൽ, പറ്റത്തിൽ ഒരാൾ എന്നതിന് പകരം ഒറ്റയ്ക്കൊരാളായിട്ട് മാറ്റി എന്ന് പറയാം. ഓരോ മനുഷ്യനും ഒറ്റയ്ക്കൊരാളാണ്. അയാളെപ്പോലെ അയാൾ മാത്രമേ ഉള്ളൂ. യുണീക്ക്നെസ്സാണ്. ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഈ യുണീക്ക് ഹ്യൂമൻ ഐഡൻറ്റിറ്റിയാണ്. ഏകാത്മകമായ, തന്നിൽ താൻ മാത്രമുള്ള, തനിക്ക് പുറത്ത് വേറൊരാൾക്കും തന്നെ പോലെ ആകാൻ കഴിയാത്ത ഒരു മനുഷ്യ സങ്കല്പത്തെയാണ് വ്യക്തി എന്ന് നാം വിളിക്കുന്നത്. ഇൻഡിവിജ്വൽ, ഇൻഡിവിസിബിളാണ്, അവിഭാജ്യമായ ഒരു ഏകതയാണ്. നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാവുന്ന ആടയാഭരണങ്ങളൊക്കെ എടുത്തു കളഞ്ഞതിന് ശേഷം ഒരാളിൽ അയാളുടേത് മാത്രമായി അവശേഷിക്കുന്ന സത്താപരമായ ഒരു മൂല്യത്തെയാണ് വ്യക്തിത്വം എന്നൊക്കെ നാം വിളിച്ചു പോരുന്നത്. അങ്ങനെ ഒരു വ്യക്തിയായി മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ആധുനികത ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാള സാഹിത്യത്തിൽ അതിൻ്റെ ആദ്യത്തെ അടയാളം പതിഞ്ഞു കിടക്കുന്നത് വീണപൂവിലാണ്. വീണപൂവിൽ ഗംഭീരമായൊരു സന്ദർഭമുണ്ട്. പൂവിന് ഭംഗിയുണ്ട് എന്ന് കുമാരനാശാൻ പറയുന്നത് പൂവ് സുന്ദരാണെന്നൊന്നുമല്ല. ആശാൻ എഴുതുന്ന വരി, ജാതാനുരാഗം ഒരുവന്റെ മിഴിക്ക് വേദ്യം ഏതോ വിശേഷ സുഭഗത്വവുമാർന്നിരിക്കാം എന്നാണ്. അനുരാഗിയായ ഒരാളുടെ കണ്ണുകളിൽ മാത്രം തെളിയുന്ന വിശേഷ ഭംഗി ആ പൂവിന് കൈവന്നിരുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും നോക്കിയാൽ നിങ്ങൾ ആ ഭംഗി കാണില്ല, ഞാൻ നോക്കിയാൽ കാണും. ജാതാനുരാഗം ഒരുവന്റെ മിഴി, അനുരാഗിയായ ഒരുവന്റെ കണ്ണിൽ മാത്രമേ തെളിയൂ, അതല്ലാതെ അതൊരു പൊതുക്കാഴ്ചയല്ല. ലളിതമായിട്ട് പറഞ്ഞാൽ, സൗന്ദര്യം ഒരു വസ്തുഗുണമല്ലാതാവുകയും സൗന്ദര്യം ഒരു ആത്മബോധമായി തീരുകയും ചെയ്യുന്നു. വസ്തുഗുണമാണെങ്കിൽ ആര് നോക്കിയാലും കാണും. അക്കാലത്തും അങ്ങനെ വസ്തുഗുണം വരുന്നുണ്ട്. വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാം എണ്ണതേ ചരയിൽ ഒറ്റമുണ്ടുമായി ഉല്ലസിക്കുന്ന ആ നദാങ്കി മുക്കണ്ണനേകി മിഴികൾക്കൊരു ഉത്സവം എന്ന് വള്ളത്തോൾ എഴുതുന്നത് ഏതാണ്ട് ആ കാലത്താണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത്, മുക്കണ്ണൊന്നും വേണ്ട, കാൽ കണ്ണായാൽ പോലും ഉത്സവമാണ് എന്നാണ്. അവിടെ നിന്നാണ് ആശാൻ എഴുതുന്നത്, ജാതാനുരാഗം ഒരുവന്റെ മിഴി. എല്ലാവരും നോക്കിയാൽ കാണില്ല, ഞാൻ നോക്കിയാൽ കാണും. കാരണം എൻ്റെ ആത്മഭാവത്തിനകത്താണ് നിന്റെ സൗന്ദര്യം. ആ സൗന്ദര്യത്തെ അറിയുന്ന വ്യക്തിയായ ഞാൻ മാത്രമായ ഒരാളുണ്ട്. അങ്ങനെ ഒറ്റയ്ക്കൊരാളായി തീർന്ന ഞാനും ഒറ്റയ്ക്കൊരാളായി തീർന്ന നീയും നമുക്കിടയിലുള്ള അനന്യമായ ഒരു ആഭിമുഖ്യം എന്ന നിലയിൽ പ്രണയവും. ഇങ്ങനെ ആധുനികത മനുഷ്യബന്ധത്തിൽ കൊണ്ടുവന്ന ഒരു പുതിയ അനുഭവഘടനയാണ് വാസ്തവത്തിൽ പ്രണയം എന്ന് പറയുന്നത്. അത് ശാരീരികമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളതോ ആയ പരസ്പര ആകർഷണത്തിനപ്പുറമാണ്. ആധുനിക വ്യക്തിബോധം പ്രണയത്തിൻ്റെ പിന്നിലെ അടിസ്ഥാന ഘടകമാണ് എന്ന് പറയാം. ഈ വ്യക്തിബോധത്തിലാണ് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, അയാൾ എന്നെ സ്നേഹിക്കുന്നു, നമുക്കിടയിൽ അനന്യമായൊരു ബന്ധം ഉടലെടുക്കുന്നു. അത് വേറെ എവിടെയുമില്ല. അതുകൊണ്ടാണ് അനുരാഗം ആവർത്തിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ കരുതുന്നത്. രണ്ടുപേരെ പ്രേമിക്കാം, പക്ഷെ അത് രണ്ട് പ്രേമമായിരിക്കും, ഒരു പ്രേമമല്ല. അത് രണ്ട് പ്രേമമായിരിക്കും എന്നുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിപരമായ അനന്യതയുണ്ട് എന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വളരെ ആധുനികമായ വ്യക്തിബോധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന പരസ്പര ആഭിമുഖ്യത്തെയാണ് പ്രണയം. അതുകൊണ്ടാണ് വിജയൻ മാഷ് കേരളത്തിൽ പ്രണയം കണ്ടുപിടിച്ചത് കുമാരനാശാനാണ് എന്ന് പറയുന്നത്. കുമാരനാശാനാണ് ആദ്യമായിട്ട് പ്രണയപരവശേ എന്ന് മലയാളത്തിൽ എഴുതുന്നത്. ലീലാകാവ്യം തുടങ്ങുന്നത് അങ്ങനെയാണ്, പ്രണയപരവശേ ശുഭം നിനക്കുണരുക ഉള്ളൊരു ദിക്കിൽ നിൻ പ്രിയൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെ പ്രണയം എന്നൊരു ആധുനികമായ മൂല്യത്തിൻ്റെ പിന്നിൽ ഒരു സ്വകാര്യ വ്യക്തി എന്ന സങ്കല്പമുണ്ട്. അയാൾ മാത്രമായ ഒരു വ്യക്തി എന്ന സങ്കല്പമുണ്ട്. ഈ വ്യക്തിയെയാണ് പത്മം പ്രണയിച്ചത്. ഈ പത്മത്തെയാണ് രവി പ്രണയിച്ചത്. ആ ഓർമ്മയിലാണ് പത്മം തിരിച്ചു വരുന്നത്. പത്മം തിരിച്ചു വന്ന് രവിയോട് ചോദിക്കുന്നു, എന്നെ സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുന്നു. രവി പറയുന്നു, എനിക്കറിയില്ല എന്ന് പറയുന്നു. അറിയില്ല എന്ന് പറയാൻ കാരണം, ഈ ഏകാത്മകമായ ആദിമധ്യാന്ത പൊരുത്തമുള്ള ഉദ്ഗ്രഥിതമായ ഒരു വ്യക്തിത്വം രവിക്ക് അപ്പോഴേക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. ആധുനിക വ്യക്തിയുടെ ശൈഥില്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അത് മറ്റൊരു നിലയിൽ കൂടി ഒരു സ്ഥലത്ത് രവി പറയുന്നുണ്ട്.
കയ്യൊപ്പിൻ്റെ ഉപയോഗം കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നുണ്ട്. കയ്യൊപ്പ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആധാരത്തിലൊക്കെ നമ്മൾ തമ്പിംപ്രഷൻ വയ്ക്കുമല്ലോ പഴയ ആളുകൾ. തമ്പിംപ്രഷനും കയ്യൊപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, തമ്പിംപ്രഷൻ എന്നത് നിങ്ങളുടെ കൈ മുദ്ര പതിക്കുന്ന സമയത്ത് അതൊരു ശരീരമുദ്രയാണ്. കയ്യൊപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫിനെ നിങ്ങളായി തന്നെ രേഖപ്പെടുത്തുന്നതാണ് കയ്യൊപ്പ്. അതായത് കയ്യൊപ്പിൽ നിങ്ങളുണ്ട്, നിങ്ങളുടെ ആത്മബോധമുണ്ട്. തമ്പിബ്രഷനിൽ നിങ്ങളുടെ ശരീരമുദ്രയുണ്ട്, ആത്മബോധമില്ല. അതുകൊണ്ട് ആധുനികമായ വ്യക്തിമുദ്ര എന്ന് പറയുന്നത് കയ്യൊപ്പാണ്. തമ്പിബ്രഷൻ എന്ന് പറയുന്നത് പഴയ, അതുകൊണ്ടാണ് പഴയ പ്രമാണങ്ങളിൽ കൈമുദ്രയാണ് ഉണ്ടാവുക, പുതിയ പ്രമാണങ്ങളിലൊക്കെ കയ്യൊപ്പാണ് ഉണ്ടാവുക. കാരണം കയ്യൊപ്പിൽ, എൻ്റെ കയ്യൊപ്പിൽ ഞാനുണ്ട്, നിങ്ങളുടെ കയ്യൊപ്പിൽ നിങ്ങളുണ്ട് എന്ന് നമ്മൾ അന്യോന്യം വിശ്വസിക്കുന്നു. തമ്പിംപ്രഷൻ അങ്ങനെയല്ല. തമ്പിംപ്രഷൻ ശരീരമുദ്രയാണ്, അതിൽ നിങ്ങളുടെ ആത്മ ഉണ്ടാവണമെന്നില്ല. രവി പറയുന്ന ഒരു വാക്യം, കയ്യൊപ്പിൻ്റെ ഉപയോഗം കുറഞ്ഞു വരുന്നു, കയ്യൊപ്പ് പോയി പോകുന്നു. അങ്ങനെ തൻ്റെ ആത്മം അഴിഞ്ഞഴിഞ്ഞു പോകുന്ന, അഥവാ ആധുനികമായൊരു വ്യക്തിബോധത്തെ ഏതാണ്ട് അസാധ്യമാക്കുന്ന മട്ടിലുള്ള ഒരു പരിവർത്തനത്തിൻ്റെ, വിപുലമായൊരു പരിവർത്തനത്തിൻ്റെ നടുവിലാണ് വാസ്തവത്തിൽ ഖസാക്ക് എന്ന പ്രദേശത്ത്, സാങ്കല്പിക സ്ഥലത്ത് രവി എന്ന കേന്ദ്ര കഥാപാത്രം നിലകൊള്ളുന്നത്. അങ്ങനെ രവിയുടെ ആധുനികീകരണത്തിൻ്റെ, മോഡേണൈസേഷൻ്റെ യുക്തികൾ, അതിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനം, ശാസ്ത്രവിജ്ഞാനത്തിൻ്റെ പ്രചരണം, ആധുനിക വ്യക്തിബോധത്തെ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം, ഇതൊക്കെ ഏതാണ്ട് പരാജയപ്പെടുന്ന, അതിനെയെല്ലാം കീഴടക്കിക്കൊണ്ട് മായികമായ ഒരു പ്രാക്തന ഭംഗി അയാളെ വിഴുങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് വാസ്തവത്തിൽ ഖസാക്ക്. ഖസാക്കിൽ നമ്മൾ കാണുന്ന രവിയുടെ കുത്തഴിഞ്ഞത് എന്ന് പുറമേക്ക് പറയാവുന്ന ലൈംഗിക ജീവിതത്തിൻ്റെ പിന്നിലുള്ളതും വാസ്തവത്തിൽ ഇതാണ്. അവിടെയുള്ള പല ബന്ധങ്ങളിലും അയാൾ ഏർപ്പെടുന്നുണ്ട്. കോടങ്കിയോടുണ്ട്, മൈമനയോടുണ്ട്, അവിടെയുള്ള പല സ്ത്രീകളോടും അയാൾ ബന്ധപ്പെടുന്നുണ്ട്. ആ ബന്ധങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ രത്യാത്മകത എന്ന് പറയുന്നത് വ്യക്തിപരതയ്ക്ക് പുറത്ത് കിടക്കുകയും, രത്യാത്മകത രതിയുടെ ഒരു സ്വാഭാവിക ആവിഷ്കാരം എന്നതിന് പകരം അതിന് ആത്മബോധവുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ രവിയുടെ ലൈംഗിക ജീർണത എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെട്ട, കുത്തഴിഞ്ഞത് എന്ന് പുറമേക്ക് വ്യാഖ്യാനിക്കപ്പെട്ട അയാളുടെ രതിജീവിതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ, രതിയെ ആധുനികമായ ഒരു ആത്മബോധത്തിൽ അധിഷ്ഠിതമായ സ്നേഹപ്രകാശനം എന്നതിന് പകരം രതിയെ ആധുനികേതരെന്നോ അല്ലെങ്കിൽ ആധുനികതയെ ഭേദിച്ചു പോകുന്നതെന്നോ വിളിക്കാവുന്ന ഒരു ശാരീരികതയുടെ തലത്തിലേക്ക് ഖസാക്ക് മാറ്റിയെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മൈമുനയിൽ നമുക്ക് ആ ഒരു അംശത്തെ കാണാനായിട്ട് കഴിയും. ഇങ്ങനെ മാനുഷികമെന്ന് നാം കരുതുന്ന പ്രതലങ്ങളിൽ തന്നെ ആധുനിക ലോകമുണ്ടാക്കിയ വ്യവസ്ഥകളെ ഭേദിക്കുന്ന, അതിനുള്ളിലെ പിളർപ്പുകളിലേക്ക് നിരന്തരം കടന്നു കയറുന്ന ഒരു കഥാപരിസരം വാസ്തവത്തിൽ ഖസാക്കിലുണ്ട്. ഈ കഥാപരിസരമാണ് വാസ്തവത്തിൽ ഖസാക്കിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ രൂപപ്പെടുത്തുന്ന ഏറ്റവും പ്രധാന ഘടകം എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അതായത് ആധുനികമായ വ്യക്തിബോധത്തെ, രാഷ്ട്രസങ്കല്പത്തെ, യുക്തിയെ, പുരോഗതി ബോധത്തെ, സ്വാതന്ത്ര്യവാഞ്ഛയെ ഒക്കെ ശിഥിലീകരിക്കുന്ന ഒരു മായിക സ്ഥലമായിട്ട് ഖസാക്ക് വിജയൻ്റെ നോവലിൽ കടന്നു വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് തസ്രാക്ക് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തോ അവിടെയുള്ള പള്ളിക്കുളമോ അവിടെയുള്ള ചില വിശ്വാസങ്ങളോ അല്ല. മറിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കൂബൻകാവ് എന്ന് പറയുന്ന പരിഷ്കൃത സ്ഥാനത്തിനും ചതലിമല എന്ന് പറയുന്ന പ്രാകൃതിക സ്ഥാനത്തിനും ഇടയിലുള്ള ഒരു മായിക സ്ഥലം. ആ മായിക സ്ഥലത്ത് ആധുനികതയുടെ മുദ്രകൾ ഒന്നൊന്നായിട്ട് അഴിഞ്ഞു പോകുന്ന മായികമായൊരു ജീവിതത്തെ ഖസാക്ക് എന്ന നോവലിൽ വിജയൻ എഴുതി ചേർത്തിരിക്കുന്നു. ഒരുപക്ഷെ വിജയൻ എഴുതി ചേർക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം നിലനിന്ന ഒന്നാണ് ഖസാക്കിലെ ഗ്രാമീണരായ മനുഷ്യർ, റാവുത്തന്മാരും ആ റാവുത്തന്മാരുടെ ജീവിത പരിസരങ്ങളും തമിഴും മലയാളവും കൂടിക്കലർന്നുണ്ടാകുന്ന വാമൊഴി ഭേദങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിത സ്ഥലം നിങ്ങൾക്ക് ഖസാക്കിൽ കാണാം. ഖസാക്കിലുള്ള ഒരു പ്രത്യേകത, ഇപ്പോൾ അതേക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്ന ഒരു കാര്യം, ഖസാക്കിന് നിയതമായൊരു ഊന്നലൊന്നുമില്ല. ഏതിലേക്കാണ് പോകുന്നത്? ഖസാക്കിൽ ഇപ്പോൾ പുസ്തകങ്ങൾ അടുക്കി വെച്ചതിനെക്കുറിച്ച്, രവിയുടെ ഷെൽഫിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചതിനെക്കുറിച്ച് തുടക്കത്തിൽ ഒരു സ്ഥലത്തൊരു പരാമർശം കാണാൻ പറ്റും. ഭഗവത്ഗീത, റിൽക്കെ, മുട്ടത്തുവർക്കി എന്നിങ്ങനെ വച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഭഗവത്ഗീത എന്ന് പറയുന്ന പൗരാണികമായ വേദഗ്രന്ഥം, റിൽക്കെ എന്ന് പറയുന്ന ഏറ്റവും മോഡേണിസ്റ്റായ സാഹിത്യം,
മുട്ടത്തൂർക്കി എന്ന് പറയുന്ന അന്നത്തെ നിലയ്ക്ക് വെറും പൈങ്കിളി എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന കൃതി. ഇത് മൂന്നും രവിയുടെ ഷെൽഫിൽ ഒരുമിച്ച് ഇരിക്കുന്നുണ്ട് എന്നത് ആ കൃതിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. ഒന്നിന് മറ്റൊന്നിനേക്കാളും കവിഞ്ഞ പ്രാധാന്യമൊന്നും ഒരുപക്ഷെ വിജയൻ കൊടുക്കുന്നില്ല എന്ന് കാണാൻ പറ്റും. മോഡേണിറ്റി അങ്ങനെയല്ല. മോഡേണിറ്റിയെ സംബന്ധിച്ച് ഒന്നുകിൽ നിങ്ങൾക്ക് റിൽക്കെ ആവാം, അല്ലെങ്കിൽ ഭഗവത്ഗീതയാകാം. മുട്ടത്തൂർക്കിക്ക് എന്തായാലും ഒന്നാം സ്ഥാനം കിട്ടുക ആധുനികതയുടെ ഒരു ഭാവുകത്വത്തിൽ സാധ്യമേ അല്ല. പക്ഷേ രവിയുടെ ഷെൽഫിൽ ഈ 3 പുസ്തകങ്ങളും ഒരുമിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ നമ്മുടെ ക്രമീകരണത്തിൻ്റെ യുക്തികളെ അകമേ ചെതറിച്ചുകൊണ്ട് മറ്റൊരു യുക്തി ഉയർന്നു വരുന്നത് ഖസാക്കിനുള്ളിൽ പല നിലകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ മറ്റൊരു അടയാളം കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രം. ഒറ്റ അക്ഷരം മാത്രം അറിയുന്ന, ആ അക്ഷരത്തിൽ സർവ്വതുണ്ടെന്ന് മാധവൻ നായർ പറയുന്ന, എല്ലാ അറിവുകളും അപ്രസക്തമാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ വിജയൻ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആധുനികമാകാനുള്ള സമ്മർദ്ദം ഒരു ഭാഗത്തും, ആധുനികതയെ പ്രതിരോധിക്കുന്ന സമ്മർദ്ദം മറുഭാഗത്തും, അതിൻ്റെ നടുവിൽ നിലകൊള്ളുന്ന രവിയെപ്പോലെയും രവിയുടെ അനുഭവ ലോകത്തെ പോലെയുമുള്ള ഒരിടനില സ്ഥാനമായി ഖസാക്കും. ഇതാണ് ഖസാക്കിൻ്റെ ഒരു ചരിത്രപരമായ സംഘർഷം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അത് ഖസാക്കിൽ വിജയൻ സൃഷ്ടിച്ചെടുത്ത അത്യന്തം മാന്ത്രികമായ ഒരു ഭാഷയുടേതാണ്. ഒരു വലിയ എഴുത്ത് എങ്ങനെയാണ് നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണെന്ന് പറയാം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് പല കാലങ്ങളിലേക്ക് തുടരണം, പല നിലകളിൽ വായിക്കപ്പെടണം, പല നിലകളിൽ അർത്ഥമാർജിക്കണം. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അത് പുതിയ ഭാഷ കണ്ടെത്തണം എന്നതാണ്. വലിയ എഴുത്തുകാരൊക്കെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരതുവരെയുള്ള ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് കടന്ന് പുതിയൊരു ഭാഷ, പുതിയൊരു അനുഭവ മണ്ഡലം സൃഷ്ടിക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ മലയാളത്തിൻ്റെ നോവൽ ചരിത്രത്തിൽ ആധുനിക ഘട്ടത്തിൽ നമ്മളങ്ങനെ 3-4 പേരെയേ കാണുന്നുള്ളൂ. അതിലൊന്ന് സംശയരഹിതമായിട്ടും സി വി രാമപിള്ളയാണ്, പിന്നൊന്ന് ബഷീറാണ്. അതേ അളവിലല്ലെങ്കിലും നമുക്ക് VK-നെ കാണാം. പിന്നെ ഒരാളെ നമ്മൾ കാണുന്നത് വിജയനാണ്. വിജയൻ ഖസാക്കിൽ സൃഷ്ടിച്ച അത്യന്തം മാന്ത്രികമായ ഒരു ഭാഷ. ഒരുപക്ഷെ ഭാഷയുടെ പ്രത്യക്ഷതയിൽ നിന്ന് ഭാഷ ഒരു ധ്വനി മാത്രമായി നിലനിൽക്കുന്ന പ്രയോഗങ്ങളിലേക്ക് ഖസാക്ക് എത്രയെങ്കിലും കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് അർത്ഥം മനസ്സിലാവില്ല. സായാഹ്ന യാത്രകളുടെ അച്ഛ, മന്ദാര ഇലകൾ ചേർത്ത് തുന്നിയ പുനർജനിയുടെ കൂടുവിട്ട് ഞാൻ യാത്രയാവുകയാണ് എന്ന വാക്യം അർത്ഥമെടുത്ത് സൂചിതങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പറയില്ല, മറിച്ച് അത് ഭാഷയുടെ ഒരു അതീത ധ്വനിയെ രൂപപ്പെടുത്തുന്നു. ഖസാക്കിൽ 3 തരം ഭാഷയുണ്ട്. ഒന്ന്, അതിലെ ആദ്യ വാചകം മുതൽ നമ്മൾ കാണുന്ന ഒരു വിവരണ ഭാഷ. കുവൻകാവിൽ ബസ് വന്നിറങ്ങിയപ്പോൾ രവിക്ക് ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല എന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ്. മറ്റൊന്ന്, വിജയൻ തന്നെ സൃഷ്ടിക്കുന്ന പ്രതീകാത്മക ഭാഷ. ഞാൻ ഈ പറഞ്ഞ സായാഹ്ന യാത്രകളുടെ അച്ഛ എന്ന് പറയുന്ന പോലുള്ള, പനന്തത്തകളുടെ ധനുസ് എന്നതുപോലുള്ള, അല്ലെങ്കിൽ ജലത്തിൻ്റെ വില്ലീസു പടുതകൾ എന്നതുപോലുള്ള ധാരാളം പ്രയോഗങ്ങൾ വിജയൻ കൊണ്ടുവരികയും ആ നോവലിൻ്റെ പ്രത്യക്ഷമായ ഭൗതികതയെ, വിവരണാത്മകതയെ ഈ അതീത ഭാഷ കൊണ്ട് അദ്ദേഹം അട്ടിമറിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. മൂന്നാമതൊരു ഭാഷയുടെ പ്രതലം ആ നോവലിലുള്ളത് അത് ഖസാക്കിലെ നാട്ടുമനുഷ്യരുടെ, രാവുത്തർമാരുടെ, അവിടെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന ആളുകളുടെ, മൊല്ലാക്കയുടെ ഒക്കെ ഭാഷയാണ്. ഈ ഭാഷയാണ് കീഴ്ത്തട്ട് ഭാഷ. ഇങ്ങനെ കീഴ്ത്തട്ടിലെ ഒരു ഭാഷ, ഇടത്തട്ടിലെ ഒരു വിവരണ ഭാഷ, മേൽത്തട്ടിലെ വിജയന്റെ മാന്ത്രിക ഭാഷ. ഈ 3 അടരുകൾ ഖസാക്കിലുണ്ട്. അതിൽ ഈ വിജയന്റെ നോവൽ വ്യാഖ്യാനിക്കപ്പെട്ടതും വായിക്കപ്പെട്ടതുമൊക്കെ അതിൻ്റെ ഇടത്തട്ടിനെയും മേൽത്തട്ടിനെയും മുൻനിർത്തിയാണ്. വിജയന്റെ മാന്ത്രിക ഭാഷയെയും വിജയന്റെ വിവരണ ഭാഷയെയും മുൻനിർത്തിയാണ് ഖസാക്ക് പൊതുവെ വായിക്കപ്പെട്ടതെങ്കിൽ ദീപൻ ശിവരാമൻ ഇതിനെ വായിക്കുന്നത് ഇതിൻ്റെ കീഴ്ത്തട്ടിനെ മുൻനിർത്തിയാണ്. ഖസാക്കിലെ ഏറ്റവും കീഴാളരായ മനുഷ്യരുടെ ജീവിതത്തെ ആഖ്യാനത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ദമനം ചെയ്യപ്പെട്ട ഒരു ജീവിത സ്ഥാനത്തെ ആഖ്യാനത്തിൻ്റെ കേന്ദ്രബിംബമാക്കി മാറ്റുന്ന ഒരു ദൗത്യമാണ് ഈ നോവല് നാടകമാകുന്ന സമയത്ത് ദീപൻ ശിവരാമൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് നോവലിൽ ഇല്ലാത്തതല്ല, നോവലിൽ ദമനം ചെയ്യപ്പെട്ട ഒന്നാണ്. അതിനെ പക്ഷേ കേന്ദ്രമാക്കി മാറ്റുന്നതോടെ ഖസാക്ക് വേറൊരു ഖസാക്കായി തീരുന്നു. രവിയുടെ ഖസാക്ക് നൈസാമലിയുടെ ഖസാക്കാകുന്നു. രവിയുടെ ഖസാക്ക് മൊല്ലാക്കയുടെയോ മുങ്ങാങ്കോഴിയുടെയോ ചുക്കുർ
റാവുത്തറുടെയോ മൈമുനയുടെയോ കുഞ്ഞാമിനയുടെയോ ഒക്കെ ഖസാക്കായി തീരുകയും ഖസാക്ക് ഒരു കീഴാള പാഠമായി മാറിത്തീരുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പാഠത്തിൽ നിന്ന് മറ്റു പാഠങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും പാഠത്തിനകത്തുള്ള ഭാഷാസ്വരൂപങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ ആ അനുഭവ മണ്ഡലത്തിനകത്ത് തന്നെയുള്ള സംഘർഷമാക്കി മാറ്റുകയും ചെയ്തുകൊണ്ടാണ് വാസ്തവത്തിൽ ഖസാക്ക് നിലനിൽക്കുന്നത്. ഇങ്ങനെ ഭാഷാപരമായ തലത്തിലും രൂപസംവിധാനത്തിൻ്റെ തലത്തിലും ചരിത്രപരമായ ഒരു ആശയവ്യവസ്ഥ എന്ന നിലയിലും ഖസാക്ക് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലെ നിർണായകമായൊരു സന്ദർഭത്തെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന കാര്യമാണ് നാം അതിനെ വായിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിൽ വെക്കേണ്ടത്. അല്ലാതെ ഖസാക്ക് വായിച്ച് ഖസാക്കിൽ പ്രത്യക്ഷമായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ തന്നെയാണ് അതിൽ പറയുന്ന ഖസാക്ക് എന്ന ഗ്രാമം, മൈമുന അല്ലെങ്കിൽ കുഞ്ഞാമിന, രവിയുടെ സഞ്ചാരങ്ങൾ, ഇതിൻ്റെയൊക്കെ കഥയാണ് ഖസാക്കിൻ്റെ കഥ എന്ന് തെറ്റിദ്ധരിച്ചാൽ, അഥവാ ഈ നോവലിൻ്റെ അടിപ്പടവിലുള്ള ചരിത്രപരവും സാമൂഹികവുമായ ഉള്ളടക്കത്തെ മനസ്സിലാക്കാൻ പറ്റാതെ പോയാൽ ആ നോവല് രവിയുടെ ലൈംഗിക ജീർണതയുടെയോ അസ്തിത്വാന്വേഷണത്തിൻ്റെയോ ചിറ്റമ്മയുമായുള്ള രതിവേഴ്ചയുടെയോ പാപബോധത്തിൻ്റെയോ ഒക്കെ കഥയായിട്ട് മാറും. മറിച്ച് തിരിച്ചു വായിച്ചാൽ കീഴ്ത്തട്ടിൽ നിന്ന്, ഭൂഗർഭത്തിൽ നിന്ന് പുതിയ പ്രഭവങ്ങൾ എന്നതുപോലെ ഈ നോവലിൻ്റെ ആഴമേറിയ ഉള്ളടരിൽ നിന്ന് ഒരു കീഴ്ത്തട്ട് ജനത ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. വാസ്തവത്തിൽ ആ കീഴ്ത്തട്ട് ജനതയെ തമസ്കരിച്ചിട്ടാണ് നമ്മുടെ സവർണമായ മധ്യവർഗപരമായ ആധുനികമായ ഭാവുകത്വം നിലനിന്നിരുന്നത്. ആ ഭാവുകത്വത്തിൻ്റെ പിന്നാമ്പുറത്ത് മറച്ചു വയ്ക്കപ്പെട്ട ഒരു കീഴ്ത്തട്ട് ജീവിതത്തെയാണ് ഈ നോവലിൽ നിന്ന് ഒരുപക്ഷെ ഈ നാടകം പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഈ നോവലിനകത്തുള്ള വൈരുദ്ധ്യങ്ങളെ കൂടി പുറത്തു കൊണ്ടുവരുന്ന ഒരാഖ്യാന സന്ദർഭം, ഒരവതരണ സന്ദർഭം എന്നതുകൂടി ഈ നാടകത്തിൻ്റെ പ്രാധാന്യമായിട്ട് കാണാം. ഒരു നോവലിനെ സുനിശ്ചിതമായ ഒരു നോവലായിട്ട് അവസാനിക്കാൻ അനുവദിക്കാതെ ആ നോവലിൻ്റെ ഉള്ളിൽ നിന്ന് ആ നോവലിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ ഒരു ബദൽ പാഠം, രവിയെ കേന്ദ്രീകരിക്കുന്ന ഖസാക്കിൻ്റെ ഒരു ബദൽ പാഠത്തിൻ്റെ സാധ്യത വാസ്തവത്തിൽ ഈ രാവുത്തന്മാരുടെ കീഴാള ജീവിതത്തിലുണ്ട് എന്നും ആ കീഴാള ജീവിതത്തെ നോക്കുമ്പോൾ രവി മാഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഖസാക്ക് നാടകം നിങ്ങൾ കാണുമ്പോൾ ഓർക്കണം, അതിൽ രവി വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. അല്ലാതെ പമ്പേടി കാത്ത് മഴ കാത്ത് കിടക്കുന്ന ആദിമമായ ഒരു പ്രജ്ഞ വാസ്തവത്തിൽ ഖസാക്ക് നാടകത്തിലില്ല. അത് നാടകം തെറ്റാണെന്നോ നോവൽ ശരിയാണെന്നോ തിരിച്ച് നോവൽ തെറ്റാണെന്നോ നാടകം ശരിയാണെന്നോ ഒന്നും പറയാനല്ല. ഈ തമ്മിലടയുന്ന ബോധ്യങ്ങൾ ഒരുപോലെ ഈ നോവലിനകത്ത് കലർന്നു കിടപ്പുണ്ട്. അന്ന് തെളിയാതിരുന്നത് ഇന്ന് തെളിയുന്നു, അന്ന് തെളിഞ്ഞ ഭാഷ മങ്ങുന്നു, അന്ന് തെളിയാത്ത ഭാഷ തെളിഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ ചരിത്രത്തിൻ്റെ വലിയൊരരങ്ങായിട്ട് നമ്മുടെ ഒരു വലിയ സാഹിത്യ പാഠം മാറിത്തീർന്നതിൻ്റെ ചരിത്രം ഖസാക്ക് എന്ന നോവലിലുണ്ട്. ആ പരിവർത്തന പ്രക്രിയയുടെ ഇങ്ങേ തലക്കൽ അതിനെ പുതിയൊരു അവതരണ പാഠമാക്കി മാറ്റുന്നതിൻ്റെ അതിഗംഭീരമായ ഒരാവിഷ്കാരമാണ്, ഒരു സന്ദർഭമാണ് ദീപൻ ശിവരാമൻ്റെ നാടകം. നിങ്ങളെല്ലാം നാടകം ശ്രദ്ധാപൂർവം കാണുകയും ഒരുപക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു നാടക അവതരണം എന്നതിനെ ഒരു നാടക അവതരണത്തിനപ്പുറം ഒരു സമൂഹത്തിൻ്റെ, ഒരു പ്രദേശത്തെ ജനതയുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ആകമാനമുള്ള ഒരു ആഘോഷമാക്കി മാറ്റുന്ന, ഖസാക്കിനെ കുറിച്ച് കേൾക്കാൻ 500 ആളുകൾ ഒത്തുകൂടുന്ന അത്ഭുതകരമായ ഒരു സന്ദർഭത്തിന് വഴിവെക്കുന്ന നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സ്നേഹാശംസകളും നേരുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.